സോ ഗുഡ് ഈവനിങ് ഓൾ. നമ്മുടെ എന്താ പറയുക, വൺ ഓഫ് ദ ഫൈനൽ ലാപ്പിലേക്കുള്ള ഇൻസ്ട്രക്ഷൻസ് വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് ആണ്. INACT കഴിഞ്ഞു. മോസ്റ്റ് ഓഫ് ദ ആളുകൾക്ക് ഒരു ഗുഡ് ന്യൂസ് എന്ന് പറയാൻ നമ്മുടെ കയ്യിലില്ല. മോസ്റ്റ് ഓഫ് തന്നെ 80 അല്ലെങ്കിൽ 90% ആളുകൾ എക്സ്പെക്ട് ചെയ്ത സ്കോറിലേക്ക് മൂവ് ചെയ്തിട്ടില്ല. നീറ്റിനാണെങ്കിൽ 25 days ആണുള്ളത്. ഈ സമയത്ത് ഞാൻ എങ്ങനെ മൈൻഡ് സെറ്റ് കൊണ്ടുപോകണം, എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ മീറ്റിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതൊരു ഫൈനൽ ലാപ്പിൻ്റെ മീറ്റിംഗ് ആണെന്ന് തന്നെ പറഞ്ഞു. ഫൈനൽ ലാപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയുള്ള കാര്യങ്ങളും പെൻഡിങ്സും ബാക്കി കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് ഇറങ്ങുക എന്നുള്ളതാണ്. നമ്മൾ ടെസ്റ്റ് സീരീസ് ഒക്കെ വന്നിട്ടും ടെസ്റ്റ് സീരീസിൻ്റെ ഇടയിലേക്കൊക്കെ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ എൻ്റർ ചെയ്യുന്നുണ്ടെന്നും കുഴപ്പമില്ല. ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് രണ്ടാമത് പുതിയ പാറ്റേണിലുള്ള എക്സാംസ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാനുള്ള പ്ലാനുകൾ ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡിങ് അവർ ആപ്പിൽ അതിനുള്ള ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ടെസ്റ്റ് കഴിഞ്ഞ് ഉടനെ തന്നെ ഈ പുതിയ പാറ്റേണിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. ആൻഡ് ഇപ്പോഴത്തെ കണ്ടീഷൻസ് ഞാൻ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത്, ഈവൻ നിങ്ങളല്ല, ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ട് 2 ഡിജിറ്റ് 3 ഡിജിറ്റ് ഒക്കെ എക്സ്പെക്ട് ചെയ്ത ചില സ്റ്റുഡൻസ് ഒക്കെ 1500, 1300, 400, 900 റേഞ്ചിലേക്കൊക്കെ നിന്നിട്ടുണ്ട്. എക്സ്പെക്ട് ചെയ്യാത്ത പല ആളുകൾ 200, 300 ഈവൻ റാങ്ക് പബ്ലിഷ് ചെയ്തിട്ടില്ല. എനിക്കറിയാം അവർക്ക് അത് ഭയങ്കര ഓവർ ബർഡൻ ആയി പോകുന്നുള്ളത്. നീറ്റിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ തന്നെ ആ 200 കൊണ്ട് അവർ വിചാരിച്ച സ്പെഷ്യാലിറ്റി ചിലപ്പോൾ കിട്ടില്ല, അല്ലെങ്കിൽ വിചാരിച്ച കോളേജ് സ്പെഷ്യാലിറ്റി ചിലപ്പം കിട്ടിക്കോളാം, പക്ഷെ വിചാരിച്ച കോളേജിലേക്ക് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അവർ എക്സ്പെക്ട് ചെയ്യാണ്ട് 200, 300 കിട്ടിയ ആളുകളുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ INACTന്റെ റിസൾട്ട് വരുന്ന എക്സാം വരുന്നതിൻ്റെ മുന്നേ നമ്മൾ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിനുള്ള നമുക്ക് പ്രൈമറി കൺഫ്യൂഷൻ ആയിട്ടുള്ള കാര്യം, അത് ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ചിന്തിക്കുന്നു. രണ്ടാമത്തത് കാര്യം, കോമ്പറ്റീഷൻ വെരി ഹൈ ആയിട്ടുണ്ടോ എന്നുള്ളതാണ് കറണ്ട് ക്വസ്റ്റ്യൻ. ഇതേ ഒരു സിമിലർ സിറ്റുവേഷൻ ഒരു 4 years മുന്നേ വന്നിട്ടുണ്ട്. ആ കുട്ടികളൊക്കെ ഇപ്പോൾ PG കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. 56th ബാച്ച്, അതായത് കുഹാസ് എൻ്റർ ചെയ്തല്ല, ഹൗസ് എൻ സി ഓൾ ഓവർ ഇന്ത്യ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. 56 ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2012 ബാച്ച് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, അവരെ പകുതി എത്തുമ്പോഴാണ് 2013 ബാച്ച് 57th ബാച്ച് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ഹൗസ് എൻ സി കയറിയിരുന്നത്. ഈ 2 ബാച്ചും ഏകദേശം ഒരുമിച്ചാണ് കോമ്പറ്റീഷൻ വന്നിരിക്കുന്നത്. ആ ഇയറിൽ പോലും, അതായത് ഓൾ ഓവർ ഇന്ത്യ, കേരളത്തിൽ മാത്രമുള്ള സിറ്റുവേഷൻസ് അല്ല, ഓൾ ഓവർ ഇന്ത്യ ഒരുമിച്ച് എക്സാമിന് കൂടുതൽ ഡബിൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഡബിൾ എന്നല്ല പറയാം, അന്ന് ട്രിപ്പിൾ നമ്പർ ഓഫ് ബാച്ച് എക്സാമിന് എഴുതുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അന്ന് പോലും പഠിച്ച പെർട്ടിക്കുലർ ആളുകൾക്ക് ഒരു പെർട്ടിക്കുലർ റാങ്കിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഫോർ എക്സാമ്പിൾ, അന്ന് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പീഡിയാട്രിക്സിലൊക്കെ ഇറങ്ങിയ റാഫി, അനസ് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവർ പീഡിയാട്രിക്സിൽ തന്നെയാണ് കുറേ പേര് അന്ന് കയറിയിരുന്നത്. അന്ന് അവർക്ക് ഞങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്തിരുന്ന റാങ്കിനേക്കാൾ ഒരു ബെറ്റർ മുന്നോട്ട് പോവല്ലാണ്ട്, അതിന് മുന്നത്തെ INACT ഞാനത് പറയുന്നില്ല, ബെറ്റർ മുന്നോട്ട് പോവല്ലാണ്ട് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. ടോപ്പ് റാങ്കിന് എപ്പോഴും എന്ത് നമ്പർ വന്നാലും, നിങ്ങൾ 5 ബാച്ച് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് റാങ്കിന് വലിയ ചലഞ്ചസ് വരില്ല. കാരണം ടോപ്പ് റാങ്കിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുടെ എണ്ണം, അല്ലെങ്കിൽ അത്രയും പൊട്ടൻഷ്യൽ വർക്ക് ചെയ്യുന്ന ആളുടെ എണ്ണം വളരെ കുറവാണ്. മിഡിൽ റാങ്കിന് ഒരു 5000, 10,000 നേരെ ഷിഫ്റ്റ് ചെയ്ത് ചിലപ്പോൾ 15,000, 18,000ലേക്കോ ഷിഫ്റ്റ് ചെയ്ത് മാറാം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, നിങ്ങൾ ടോപ്പ് റാങ്കിലാണ് എക്സ്പെക്ട് ചെയ്ത് പോകുന്നെങ്കിൽ അതിൽ യാതൊരു ചേഞ്ച്, അതിപ്പോൾ നമ്പർ ഓഫ് ബാച്ച് 2 ആയി എന്നുള്ളത് കൊണ്ടൊന്നും വലിയ ചേഞ്ച് ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ഈ വർഷം റിപ്പീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു വർഷം എടുത്ത് പഠിച്ച് ചെയ്യുന്ന ആളുകൾ, നിങ്ങൾ കഴിഞ്ഞ വർഷം ഔസൻസി ആകുന്ന സമയത്ത് എത്ര വിവരം ഉണ്ടായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത് 2017 ബാച്ച്. ഹലോ, ആ പറ. അപ്പോൾ 500 മേളിൽ എത്തിയതിൻ്റെ ഒരു കോളാണ്. അതിൻ്റെ നിങ്ങളുടെ സപ്പോർട്ട് താങ്ക് യു. ആൻഡ് നമ്മൾ പറഞ്ഞിരുന്നത്, എക്സാക്ട്ലി എന്തേ പറഞ്ഞിരുന്നത്, ആരെങ്കിലും ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യോ? ഞാൻ മിസ്സായിപ്പോയി, ജസ്റ്റ് ഒന്ന് മിസ്സായിപ്പോയി. അപ്പോൾ അതിൽ പറഞ്ഞത്, നിങ്ങൾ എന്തെങ്കിലും ടോപ്പ് റാങ്കിൽ, അതായത് നിങ്ങൾ കഴിഞ്ഞ വർഷം ഹൗസൻസി എത്തി നിൽക്കുന്ന സമയമല്ലേ, ഹൗസൻസി എത്തി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എത്ര പ്രിപ്പയർഡ് ആണെന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന 2017 ബാച്ചിലെ 18 ബാച്ചിലെ സ്റ്റുഡൻസ് നിങ്ങളെക്കാളും ബെറ്റർ ആയിട്ട് ഈ സമയത്ത് സ്കോർ ചെയ്യുമോ എന്നുള്ളതാണ് നിങ്ങളെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ടോപ്പ് റാങ്കിലുള്ള ആളുകൾ തന്നെ എത്ര ക്വാളിഫൈഡ് ആയിട്ടുണ്ട്? കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് 2017 ബാച്ചിലെ സ്റ്റുഡൻസ് കഴിഞ്ഞ വർഷം ഹൗസൻസി ഇറങ്ങുമ്പോൾ ആകെ 4-5 പേരാണ് കയറിയെന്ന് പറഞ്ഞത്. അതന്നെ 2 പേർക്ക് റിസർവേഷൻസ് ഉണ്ട്. ബാക്കിയുള്ള ജനറൽ കാറ്റഗറി കയറിയ ആളുകളുടെ എണ്ണം വളരെ എണ്ണം കുറവാണ്. സോ അങ്ങനെ ഒരു ലിമിറ്റഡ് നമ്പറാണ് നോക്കുന്നത്. അതന്നെ എല്ലാ വർഷവും ആ നമ്പർ ഓഫ് സീറ്റുകൾ എങ്ങനെ കോട്ട ബേസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് കയറാറുണ്ട് എന്നുള്ളതാണ്. സോ നിങ്ങൾ നേരിട്ട് INACTന്റെ റിസൾട്ട് വെച്ച് നിങ്ങളത് കമ്പയർ ചെയ്യരുത്.
അത് നിങ്ങളെ ചോയ്സ് ആണ്. അങ്ങനെ കമ്പയർ ചെയ്യാൻ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ട്രസ്റ്റ് മീ നിങ്ങൾ താഴേക്ക് പോകും. താഴേക്ക് പോകുന്ന ഒരു കാര്യം നമ്മൾ കഷ്ടപ്പെട്ടാൽ തന്നെ ആലോചിക്കുന്നത്. ഈ ഡിപ്രഷൻസോ ബാക്കി വരുന്ന ആളുകളില്ലേ, നിങ്ങൾ ചോദിക്കാറില്ലേ എന്തിനാ? സന്തോഷിക്കാനുള്ള ഒരുപാട് കാരണങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഈ ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങളാണ് നിങ്ങളെ മൈൻഡിന് പ്രഷർ കൊടുക്കുന്നത്. എനിക്ക് ഒന്നാമത്തെ കാര്യം പറയാനുള്ളത്, നിങ്ങൾ എക്സ്റ്റേണലി ഒന്നും ഇല്ലാണ്ട് തന്നെ ഇന്റേണലി പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുക. ഈ പ്രഷർ എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാണ്? അതായത് എസ്കേപ്പിസം കാണിക്കുന്ന കുട്ടികളാണ് ഇതേപോലത്തെ ഓരോ റീസൺസ് പറയുന്നത്. അത് മിഡ് സോണിലുള്ള ആളുകളാണ്. നിങ്ങൾ അവരെ കേൾക്കാൻ നിൽക്കരുത്. ഞാൻ ആരെയും കുറ്റം പറയുന്നല്ല. ആ മിഡ് സോണിലാണ് ഞാനും ഞാനും അതേ പറയുള്ളൂ. അതായത് ഞാൻ അവറേജിൽ പഠിക്കുന്ന കുട്ടി അറൗണ്ട് 10,000 എക്സ്പെക്ട് ചെയ്യുന്നത്. എനിക്ക് കുറച്ച് ഉഴപ്പാൻ താല്പര്യമുണ്ട്. ഞാൻ എൻ്റെ വൈഫിനോടോ എൻ്റെ വീട്ടുകാരോടോ പറയും കുറേ കോമ്പറ്റീഷൻ ഉണ്ട്, കിട്ടാൻ ചാൻസ് കുറവാണ്, കുറേ കോമ്പറ്റീഷൻ ഉണ്ട്, അവിടെ ചാൻസ് കുറവാണ്. INSET ചെയ്തപ്പോൾ തന്നെ ബാക്കിലാണ്. ഞാൻ ചോദിച്ചാൽ INSET ചെയ്തപ്പോൾ എത്രയാണ് GT സ്കോർ ഉണ്ടായിരുന്നത്? GT സ്കോറൊക്കെ ബാക്കിലാണ് ആദ്യം കടന്നിരുന്നത്. പക്ഷെ INSET എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. എന്നിട്ട് എന്ത് ഈ ന്യൂസ് മാക്സിമം നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ആരും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു ഞാനും ആ റേഞ്ചിലാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് എസ്കേപ്പീസ് ആണ്. നിങ്ങൾ പറയാം ടോപ്പ് 5,000 റാങ്ക് വാങ്ങിക്കാൻ എക്സ്പെക്ട് ചെയ്ത് അതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞുതരാം, അവരെ സീറ്റ് സേഫ് ആണ്. കാരണം 5,000 ഫസ്റ്റ് ചാൻസിൽ ഒരാൾ വാങ്ങിക്കുക എന്നുള്ളത് വെരി റയർലി. ഈവൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് തൊട്ടടുത്താണ് എനിക്ക് അറിയുന്നത് 1-2 പേര് ഉണ്ടാവും. അല്ലെങ്കിൽ മാക്സിമം ഇങ്ങനെ 5 കൂട്ടിക്കോ, 280 5. ബാക്കിയുള്ള കോളേജിൽ നിന്ന് എത്ര വന്നത് നിങ്ങൾ എടുത്ത് നോക്ക്, കഴിഞ്ഞ വർഷം വന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു പോസിബിലിറ്റി 5,000 വരാനില്ല. അത് ഈ പഠിച്ചിരിക്കുന്ന ഈ ആളുകൾക്ക് മാത്രമേ കിട്ടുള്ളൂ. അത്രയും ടഫറാണ് എക്സാം വരുന്നത്. 19 സബ്ജക്ട്സ് ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്ത് തരാൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ നിങ്ങൾ ഡെസ്പായി കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കോട്ട് പോകും. ഡെസ്പാവുക എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ നെഗറ്റീവ് ന്യൂസ് കേട്ടോണ്ടിരിക്കുക. എന്താ കോമ്പറ്റീഷൻസ് കൂടുതലുണ്ട്, ഇങ്ങനെയാണ് വരുന്നത്, അതുകൊണ്ട് പഠിക്കാൻ പറ്റില്ല. ഇത് കാരണം നിങ്ങൾ എത്ര കോൺസെൻട്രേഷൻ അറ്റ് 1 ഹവറോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ വെയിറ്റ് തലയിൽ എടുത്ത് വെച്ച് പഠിക്കുന്നത് പോലെ ഉണ്ടാവും. ആദ്യം ചെയ്യേണ്ടത് ആ സാധനം അങ്ങ് ഒഴിവാക്കുക. നിങ്ങൾ വിൻ ചെയ്യും എന്നുള്ള അല്ലെങ്കിൽ ടോപ്പിൽ എത്തും എന്നുള്ള ഒരു തോട്ട് ഇല്ലാണ്ട് ഒരിക്കലും ഒരാൾ മുന്നിലെത്താൻ പോകുന്നില്ല. ആദ്യം ആ ഒരു ഡിറ്റർമിനേഷനും മൈൻഡ് സെറ്റും ആദ്യം ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. രണ്ടാമത്തെ എനിക്ക് പറയാനുള്ളത്, അതാണ് ഞാൻ ഒന്നാമത്തെ പറഞ്ഞത്, മൈൻഡ് സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പം തന്നെ പ്രിപ്പറേഷൻ നിർത്തിയിട്ട് അടുത്ത വർഷം സേഫർ ആയിട്ട് ആളില്ലാത്തൊരു നീറ്റിൽ പോയി എഴുതി. ഏതാണ് നീറ്റ് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. വളരെ സേഫ് ആയിട്ടുള്ള നല്ല സമയം കിട്ടി, റിവൈസ് ചെയ്യാൻ സമയം കിട്ടിയാൽ നിങ്ങൾ എക്സ്ക്യൂസ് പറയാണ്. മാത്രമല്ല നിങ്ങൾ പഠനം ഇപ്പം ഡിപ്പായിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്. കാരണം എക്സാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവർക്കും ഡിപ്പാ വരിക. രണ്ടാമത് പഠിച്ചു കയറാൻ 25 ഡേയ്സ് നിങ്ങൾ എക്സാക്ട്ലി മുന്നിലുണ്ട്. 25 ഡേയ്സ് എന്ന് പറഞ്ഞാൽ കുറവുള്ള നമ്പറൊന്നുമല്ല. എക്സാക്ട്ലി 25 ഡേയ്സ് എക്സാക്ട്ലി നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പൊ ഇത്ര സമയം മുന്നിലുണ്ടാവുന്ന സമയത്ത് നിങ്ങൾ ഓരോ കാരണങ്ങൾ കണ്ടെത്താണ്ട് എക്സാക്ട്ലി ഈ 25 ഡേയ്സ് എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യുന്ന 20 എന്നൊന്നും പറയാൻ പറ്റില്ല, 10% സ്റ്റുഡൻസ് ഉണ്ടാവുള്ളൂ. 10% to 15% സ്റ്റുഡൻസ് ആണ് ഇത് എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യുന്നത്. ഈ സമയത്ത് എന്താ ചെയ്യാൻ പോവുക? ഞാൻ ടെൻഷൻ ആവാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആരും തെറ്റല്ല. ലെസ് പ്രിപ്പയർഡ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ടെൻഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഇതേപോലെ ടെൻഷൻ ആയി പോകും. അതിന് നമുക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും സൊല്യൂഷൻസ്. പക്ഷേ എനിക്ക് ടോപ്പ് പ്രയോറിറ്റി ടോപ്പ് റാങ്ക് വാങ്ങിക്കാനുള്ള ആളുകൾ തന്നെയാണ്. ഈ ടോപ്പ് റാങ്ക് വാങ്ങിക്കാനുള്ള കുട്ടികൾ നിങ്ങൾ കാണേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്ട്രാക്ഷൻസോ സറൗണ്ടിലുള്ള നെഗറ്റീവ് കമൻറ്റോ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് നിങ്ങളുടെ ഒരു ഫോക്കസ് റാങ്ക് കണ്ടുകൊണ്ടിരിക്കുക. അതിൽ ഞാൻ പറഞ്ഞു സ്പെഷ്യാലിറ്റി, കോളേജ്, ഇതൊക്കെ ആലോചിക്കരുത് എന്ന് പറഞ്ഞ എന്തിനാ വെച്ചാൽ ആ പ്രഷർ കൂടി നിങ്ങൾക്ക് വരരുത്. എക്സാം എഴുതുന്ന സമയത്തോ എക്സാമിന്റെ ലാസ്റ്റ് ലാപ്പിലോ ഞാൻ എത്രാമത്തെ ആളായി ഫിനിഷ് ചെയ്യുമെന്ന് നോക്കരുത്. അതിന്റെ അർത്ഥം ഞാൻ മുന്നിൽ തന്നെയാണ്, ഫസ്റ്റ് എത്താൻ വേണ്ടി തന്നെയാണ് ഫിനിഷ് ചെയ്യാറ്. അതിനാണ് നമ്മൾ ബ്ലൈൻഡേഴ്സ് കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞത്. ലാസ്റ്റ് ലാപ്പിൽ ഓടുന്ന സമയത്ത് ഞാൻ റിലേറ്റീവ്ലി എത്രാമത്തെ പൊസിഷൻസിലാ പോലും നോക്കാണ്ട് നമുക്ക് പറ്റുന്ന എല്ലാ എഫേർട്ട് ഇട്ടേക്ക്. ഞാൻ പറഞ്ഞുതരാം, ഈ ലാസ്റ്റിലേക്ക് നിങ്ങൾ ഇടുന്ന എഫേർട്ടാണ് നിങ്ങളെ ലൈഫ് ലോങ് ആയിട്ട് ചേഞ്ച് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന എത്ര കാര്യങ്ങളുണ്ട്. ഇപ്പോൾ റീസെന്റ് റീഡിംഗ് സെന്ററിൽ പോയിട്ട് ഞാൻ ഓരോ കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും റീസെന്റ് ആയിട്ടുള്ള IPL ഫൈനൽ കണ്ടിട്ടുണ്ട്. അവർ വിഷമമാണ്. ഈ IPL ഫൈനൽ കാണും, ബാക്കിയുള്ള സാധനം നിങ്ങൾക്ക് മുന്നിൽ കാണാൻ 40 വർഷത്തെ IPL മുന്നിൽ കിടക്കുന്നുണ്ട്. പ്രായം ചെന്നിട്ട് എന്താ പറയാ, നിങ്ങളെ ഗ്രാൻഡ് സണ്ണിന്റെ കൂടെ ഒക്കെ ഇരുന്ന് IPL അവിടെ കാണാൻ പറ്റും. അപ്പോഴൊക്കെ IPL ഉണ്ടാവും. ഈ ഒരു പെർട്ടിക്കുലർ IPL കണ്ടിരുന്നിട്ട് ഞാൻ പറയുകയാണ് എക്സാം ഭയങ്കര ടഫാണ്, ഭയങ്കര കോമ്പറ്റീഷൻ ആണ്, നടക്കൂല, ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഇരിക്കുള്ളൂ. ഇത് ചേഞ്ച് ഉണ്ടാക്കണം. നിങ്ങൾ കഴിഞ്ഞ 3 ഡേയ്സ് എടുക്കുക. ഈ 3 ഡേയ്സ് പഠിക്കല്ല, നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊന്നും ലിസ്റ്റ് ഔട്ട് ചെയ്ത് നോക്ക്. ഇത്ര കാര്യം ചെയ്യാനുള്ള ഫസ്റ്റ് പോയിന്റിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പറയാനുള്ളതാണ്. ലാസ്റ്റ് 3 ഡേയ്സ് എടുക്കുക. ലാസ്റ്റ് 3 ഡേയ്സിൽ നിങ്ങൾ ചെയ്ത പഠിക്കല്ലാണ്ട്, പഠിക്കുക, ഉറങ്ങുക, ഫുഡ് കഴിക്കുക, ഇതല്ലാതെ ചെയ്ത കാര്യങ്ങളൊന്നും ലിസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കി. എന്തെല്ലാം കട്ട് ചെയ്യാനുണ്ട്, എത്ര ഹവേഴ്സ് റിലീസ് ചെയ്യാൻ പറ്റും. ഈ ഹവേഴ്സ് റിലീസ് ചെയ്ത പഠിക്കുന്നതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ വെറുതെ ഇരിക്കുക. കാരണം അത്രയും ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾക്ക് പോകും. ഞാൻ ഈ മീറ്റിംഗ് കയറുന്നതിന് മുന്നേ എൻ്റെ മോൾ അവിടെ ഉണ്ട്. ഈ മീറ്റിംഗിൽ പറയേണ്ട പോയിന്റ് മിസ് ആവട്ടെന്ന് വെച്ചാൽ ഞാൻ അവളോട് സംസാരിച്ചിട്ടില്ല.
കുറച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് കണ്ട ആളാണ്. ഞാൻ അവളോട് നേരെ പോയി സംസാരിക്കാൻ നിന്നിട്ടില്ല. എന്താന്ന് വെച്ചാൽ മീറ്റിംഗിലേക്ക് കോൺസെൻട്രേഷൻ വരുമ്പോൾ അതിൽ പറയേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ വേറൊരു കാര്യത്തിനെ കുറിച്ചും ആലോചിക്കാൻ പാടില്ല. അത്രയും ക്ലിയർ മൈൻഡഡ് ആണ്. അതേപോലെ തന്നെ പഠിക്കുമ്പോൾ നിങ്ങൾ IPL, ഇലക്ഷന്, ബാക്കിയുള്ള കാര്യങ്ങൾ, ലൂസ് സ്റ്റോക്സ്, ഇത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കുക. ആ ലിസ്റ്റ് ഔട്ട് ചെയ്ത സാധനം കട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് 25 ഡേയ്സിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതാണ് എൻ്റെ ഫസ്റ്റ് പോയിന്റ്. ആൻഡ് രണ്ടാമത്തെ പോയിന്റ് പറയാനുള്ളത്, നിങ്ങൾക്ക് മാർക്ക് എക്സ്പെക്ട് ചെയ്ത അനുസരിച്ച് കിട്ടിയിട്ടില്ല, അതിൻ്റെ സീറ്റിൽ കിട്ടിയിട്ടില്ല. അതിന് ആലോചിക്കേണ്ട ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്, ഞങ്ങൾ ഡെസ്പാൻ പറയില്ല, ആലോചിക്കേണ്ട ബെസ്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഇതിന് ആലോചിക്കാണ്ട് മൾട്ടിപ്പിൾ പേരോട് ഡിസ്കസ് ചെയ്തു. നിങ്ങളെ പ്രിപ്പറേഷൻ കുറവാണ് തന്നെ ആലോചിക്കാനാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ എക്സ്പെക്ട് ചെയ്ത് അവരെ വർക്ക് ഞാൻ ഇവാലുവേറ്റ് ചെയ്ത് ഒരു 2 ഡിജിറ്റ് റാങ്ക്, 100 റാങ്ക് അല്ലെങ്കിൽ 200 റാങ്ക് ഒക്കെ എത്തും വിചാരിച്ചാൽ 1500ലേക്കോ 2000ലേക്കോ 5000ലേക്കോ ഇനിയിപ്പോൾ 7000ലേക്കോ എത്തിയ ആളുകൾ എൻ്റെ കയ്യിലുണ്ട്, ലിസ്റ്റിലുണ്ട്. അതിന് അർത്ഥം ഞാൻ ആലോചിക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ആ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ ആലോചിക്കേണ്ടത്, യെസ് അത് ബൈ ചാൻസിലായി പോയ റാങ്കാണ് എന്ന് ഒരിക്കലും ആലോചിക്കരുത്. നിങ്ങളെ പ്രിപ്പറേഷനും നിങ്ങളെ മൈൻഡ് സെറ്റും മോശമാണ് തന്നെ ആലോചിക്കണം. എന്തിനാ അങ്ങനെ ആലോചിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേ സേഫർ സോണിൽ ആലോചിച്ച് വെക്കുന്നതുകൊണ്ട് നമുക്കൊരു ഗുണമില്ല. നമ്മളെല്ലാവരും ആലോചിക്കേണ്ടത്, എൻ്റെ റാങ്ക് മോശമായത് എൻ്റെ മോശം കൊണ്ട് തന്നെയാണ്, എൻ്റെ പ്രിപ്പറേഷൻ മോശമാണ്, മോർ ദാൻ പ്രിപ്പറേഷൻ എൻ്റെ മൈൻഡ് സെറ്റ് മോശമാണ് തന്നെ ആലോചിക്കുക. സിവിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സാമിന് വേണ്ടിയുള്ള കറക്റ്റ് കോൺസെൻട്രേഷനിൽ ഞാൻ ഇരുന്നിട്ടില്ല തന്നെ ആലോചിക്കുക. ചിലപ്പോൾ അതല്ലായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് അന്നത്തെ ഭാഗ്യം കൊണ്ട്, ഞാൻ പറഞ്ഞതുപോലെ മോസ്റ്റ്ലി പലർക്കും അങ്ങനെയാണ്. പക്ഷെ ആലോചിക്കാൻ ഏറ്റവും ബെസ്റ്റ്, ഞാൻ ചെയ്തത് മോശമാണ്, ഞാൻ ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്നല്ല, ഞാൻ പഠിക്കുന്നത് ഇൻറ്റൻസിറ്റി ചെയ്തിട്ടില്ല എന്നാണ് ആലോചിക്കേണ്ടത്. നിങ്ങൾ പഠിക്കുന്ന ടൂളോ മെത്തേഡോ ബാക്കി കാര്യങ്ങളോ ഒന്നും ചേഞ്ച് ചെയ്തത്, അത് എത്ര വേഴ്സ് ആണെങ്കിലും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു എന്താ പറയാ, ഒരു യുദ്ധം ചെയ്യുന്ന ഒരാൾ ഒരു പെർട്ടിക്കുലർ ടൂൾ അവർ ശീലിച്ചിട്ടുണ്ടാവുക. നമ്മളിപ്പം ബാഹുബലിയിലൊക്കെ പറയുകയാണെങ്കിൽ ചില ആൾക്കാർ വലിയ ഗദടിക്കും, ചില ആൾ കോല് കൊണ്ടാവും യുദ്ധം ചെയ്യുന്നത്. അത് അവർക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടൂളാണ്, അത് തന്നെ ഉപയോഗിക്കുന്നത്. ഇത് മാറ്റി വെച്ചിട്ട് പുതിയൊരു ടൂൾ എക്സ്പീരിയൻസ് ചെയ്യാനോ നിങ്ങളെ മെത്തേഡ് ചേഞ്ച് ചെയ്യാനോ പോകരുത്. ടൂളിലല്ല പ്രശ്നം, നിങ്ങൾക്കാണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ എന്താ സസ്പെക്ട് ചെയ്യുക, ഞാൻ മോശമായിക്കുകയാണെങ്കിൽ ആയുധത്തിന് പഴിചാരുക എന്നുള്ള അങ്ങനെ എന്തോ ഒരു ഭയം ചൊല്ലുണ്ടല്ലേ. ഞാൻ അതിന്റെ റിയൽ ഫോം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ 25 ഡേയ്സ് ഉണ്ട്, 25 ഡേയ്സ് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആയുധത്തിന് പഴിചാരാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടൂൾ ഒരു കാരണവശാലും ചേഞ്ച് ചെയ്യരുത്. പല ബയാസിസും മുന്നോട്ട് നടന്നുകൊണ്ട് പോകുന്നുണ്ട്. അതേപോലുള്ള ബയാസ് ഒന്നും പോയോണ്ടിരിക്കരുത്. നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, അതിപ്പോൾ ഞാൻ പറയുന്ന ചില ടൂൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പോലും ആ ടൂൾ ഇനി ഉപയോഗിക്കാൻ ഇനിയും പോകരുത്. ഞാൻ പറയുകയാണ്, ഈ ഗുരുവിലെ GTs എഴുതണം. അത് ഏതിലാണെങ്കിൽ GT എഴുതണം. ക്വസ്റ്റ്യൻ ബാങ്ക് ഈ ഗുരുവിൽ തന്നെ പ്രാക്ടീസ് ചെയ്യും. ഇത്ര കാലങ്ങൾ തൊട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് തൊടാൻ പോകരുത്. ചെയ്യാനുള്ളത്, ഈ 25 ഡേയ്സ് നിങ്ങൾ ഉപയോഗിച്ച ടൂള് മോസ്റ്റ്ലി ഷാർപ്പനാക്കുക. ഇത്ര മാർക്ക് മോശമായത് എൻ്റെ ഇൻറ്റൻസിറ്റിൻ്റെ പഠനത്തിൻ്റെ കാര്യത്തിൽ കുറവുണ്ടായതുകൊണ്ടാണ്. കാരണം ഞങ്ങൾ ക്ലിയർ ആയിട്ട് പറയാണ്ട്, ഇൻറ്റൻസിറ്റി പീക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 ഡേയ്സിൻ്റെ പ്രോസസ്സാണ്. ഈ 7 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് വെരി ഇൻറ്റൻസിറ്റി ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ ഭയങ്കര ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ഇൻറ്റൻസിലി ഇരുന്ന് നോക്കുക. ഞാൻ പണ്ടത്തെ എൻ്റെ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്, ദംഷ്ട്രാഡ്സിന് പോയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഫിലിമിൻ്റെ ബാക്കി കാര്യത്തിന് ഒരു കാര്യം അറിഞ്ഞൂടാ. 3 ദിവസം ഇരുന്ന് ഹോസ്റ്റലിൽ ഇരുന്ന് കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്തു. ഏതോ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ വലിയ വന്ന ദംഷ്ട്രാഡ് MTVയിലൊക്കെ അവതരിപ്പിച്ച് ടീമിനെ തോൽപ്പിക്കാൻ പറ്റി. എന്തോ ഗുണം കൊണ്ട് പറയുന്നില്ല, ഞങ്ങൾ ട്രെയിൻ ചെയ്യുന്ന ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു, കണ്ടിന്യൂസ്ലി ഇരുന്ന് ചെയ്യുന്നത്. 3 ദിവസം നന്നായി ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് പ്രൈസ് അടിക്കാനും പറ്റിയിട്ടുണ്ട്. ഇതൊരു എന്താ പറയുക, ജോക്കോ ഒരു പൊക്കി പറയാൻ വേണ്ടി പറയാനില്ല. കോമ്പറ്റീഷൻ എക്സാം, ക്യൂസ് ഒക്കെ എങ്ങനെയാണ്, നിങ്ങൾ കാണിക്കുന്ന എക്സാമിന് തൊട്ട് മുന്നുള്ള ഇന്റൻസിറ്റിന്റെ പ്രൊപ്പോർഷനിലാണ് ആ ഒരു കാര്യം കിടക്കുന്നത്. അതുകൊണ്ട് 25 ഡേയ്സ് എഫക്റ്റീവ്ലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ ചെയ്തത് തെറ്റാണെന്നല്ല കാണേണ്ടത്, എനിക്കാണ് മോശം. ചില ആളുകൾ ആലോചിക്കും, യെസ് ഞാൻ ഈ പഠിച്ചതൊന്നും അല്ലല്ലോ ഇപ്പൊ പഠിക്കേണ്ടത്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ എന്താണോ ഇത്ര കാലം ചെയ്തത്, അത് ചിലപ്പം മെത്തേഡ് ചിലപ്പം വീക്കർ ആവാം. വീക്കർ മെത്തേഡും ബെസ്റ്റായി ചെയ്ത ആളുകൾക്ക് ബെസ്റ്റ് റാങ്ക് കിട്ടുന്ന കണ്ടിട്ടുണ്ട്. പണ്ട് ഒരു റോംസ് എന്ന് പറഞ്ഞ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. അല്ലാതെ ഞാനടക്കം പറയുന്നത് അത് ഉപയോഗിക്കരുത്, അത് സിമ്പിളാണ്. പക്ഷെ അത് മാത്രം ഉപയോഗിച്ച പയ്യനൊക്കെ നല്ല റാങ്ക് കിട്ടിയത് എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഉണ്ട്. ടോപ്പ് റാങ്ക് കിട്ടി എന്നുള്ളതല്ല, ഒരു പെർട്ടിക്കുലർ ടൂള് കറക്റ്റായിട്ട് അതിൻ്റെ എല്ലാ മെത്തേഡോടുകൂടി യൂസ് ചെയ്തപ്പോൾ ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്ര കാലം നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത നിങ്ങളുടെ കയ്യിൽ എന്ത് മെറ്റീരിയലോ, അത് ഇൻക്ലൂഡിങ് ഞാൻ BTRനൊക്കെ നന്നായിട്ട് കുറ്റം പറയുന്നതാണ്. ഇനിയിപ്പോൾ അതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതെന്നെ എഫക്റ്റീവ്ലി യൂസ് ചെയ്യുക. അതങ്ങനെ കണ്ടിന്യൂസ്ലി കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഇന്റൻസിറ്റി കാരണമാണ്. നിങ്ങൾ ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ലാസ്റ്റ് 3 മനസ്സറിഞ്ഞു വെച്ച് ഒരു പേപ്പറിൽ എഴുതി നോക്കും. ചില ആൾക്കാർക്ക് ചിലപ്പോൾ നോട്ട് ബുക്ക് ഫുള്ള് വേണ്ടി വരും. ലാസ്റ്റ് 3 ഡേയ്സിൽ ഉറങ്ങുക, ഫുഡ് കഴിക്കുക, പഠിക്കുക എന്നല്ലാതെ എത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രീ ടൈം നിങ്ങൾ ഉറങ്ങിക്കോ. അപ്പം ഞാൻ ഡെസ്പ് ആകുമ്പോൾ എന്ത് ചെയ്യും, ഡെസ്പ് ആവാനും മാത്രമുള്ള സമയം നമ്മുടെ കയ്യിലില്ല. അൾട്ടർനേറ്റ് കാര്യങ്ങൾ ആലോചിക്കാനുള്ള സമയം നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഈ 25 ഡേയ്സ് നിങ്ങൾ എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്താൽ, ഇനിയിപ്പോൾ 24 ആണെന്നൊക്കെ പറഞ്ഞാൽ ആരോ കറക്റ്റ് ചെയ്യുന്നുണ്ട്, 24 ഡേയ്സ് എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2 കാര്യം പറഞ്ഞു. നിങ്ങൾ എത്രത്തോളം ലൂസ് സ്റ്റോക്സും എത്രത്തോളം ലൂസ് ടൈം നിങ്ങൾ കളയുന്നുണ്ട്, അത് എങ്ങനെ കറക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ നിങ്ങളുടെ മൈൻഡ് സെറ്റ്, നിങ്ങളെ കുറഞ്ഞ മാർക്ക് കാരണം അത് നിങ്ങൾ തന്നെയാണ് എന്ന് കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ആണ്. ഈവൺ എന്തോ ചില ആളുകൾക്ക് അങ്ങനെ ആയിരിക്കൂല, ചില ആയിരിക്കില്ല. അങ്ങനെ തന്നെ ഉള്ള ആളുകൾ എന്ത് ചെയ്യുക, എക്സാക്ട്ലി വിചാരിക്കുക നിങ്ങളെ പ്രശ്നം കൊണ്ട്. അങ്ങനെ വിചാരിക്കുന്നതിന് എന്താ തെറ്റാൻ പോകുന്നത്? 25 ഡേയ്സ് നമ്മൾ ബെറ്റർ ആയി ചെയ്യാൻ പോകും. ചില ആളുകൾ പറയാറില്ലേ, നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ തെറ്റി നിൽക്കുമ്പോൾ പറയാറില്ലേ, ചിലപ്പോൾ ഫ്രണ്ടിന്റെ പ്രശ്നമായിരിക്കും, പക്ഷെ നമ്മൾ പറയും നിങ്ങളെ പ്രശ്നമാണെന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ആ ഫ്രണ്ടായിട്ട് നല്ല എന്താ പറയുക കണക്ഷനിലേക്ക് പോകും. അതേപോലെ ഈ എക്സാം ആയിട്ടോ ഈ ബുക്കായിട്ടോ നിങ്ങൾ കണക്റ്റ് ആവാനുള്ള ഏറ്റവും ബെസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആലോചിക്കുക അത് നിങ്ങളെ മിസ്റ്റേക്ക് ആണെന്ന് ആലോചിക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ ബുക്കായിട്ടല്ലേ നിങ്ങളെ കണക്ഷൻ ഉണ്ടാവും. അല്ലാണ്ടെങ്കിൽ എന്താവും, നിങ്ങൾ സിസ്റ്റത്തിന് എപ്പോഴും പഴിചാരും, ഇങ്ങനെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല, നന്നാവൂല, ബുക്ക് ശരിയല്ല, മറ്റത് ശരിയല്ല, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനെ ആയിട്ടില്ലല്ലോ. മനസ്സിലാക്കേണ്ടത് ബാക്കിയുള്ള ആളുകൾ അതിനെക്കാട്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബെസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ബുക്കായിട്ട് അറ്റാച്ച് ചെയ്യാൻ നിങ്ങളുടെ പ്രശ്നമാണെന്നുള്ളത് സ്ട്രോങ്ലി കാണുക, എന്നിട്ട് മുന്നോട്ട് പോവുക. ആൻഡ് തേർഡ് പോയിന്റ്, ഞാൻ അതിൽ ഫസ്റ്റ് പോയിന്റ് തന്നെ പറഞ്ഞ പോയിന്റാണ്. തേർഡ് പോയിന്റ്, ബ്ലൈൻഡേഴ്സ് കീപ്പ് ചെയ്യുക. ചുറ്റുപാടുള്ള നെഗറ്റീവ് എടുക്കരുത്. ഞാൻ പറഞ്ഞുതരാം, നിങ്ങളെ 50% നിങ്ങളെ സറൗണ്ട് ചെയ്യുന്ന ആൾക്കാർ നെഗറ്റീവ് പേഴ്സൺസ് ആണ്. അത് അതൊരു ആളുകളെ പ്രശ്നമല്ല പറഞ്ഞത്. ആ ആളുകൾ ചിലപ്പോൾ അടുത്ത വർഷം പോസിറ്റീവ് ആവും, പക്ഷെ ഇപ്പൊ അവർ നെഗറ്റീവ് പേഴ്സൺസ് ആണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രിപ്പറേഷൻസ് സ്റ്റെക്കാണ്, അല്ലെങ്കിൽ ഒരുപാട് വീട്ടിൽ നിന്നുള്ള പല ഭാരങ്ങളും വന്നിട്ടുണ്ട്. അവർ റോങ് ആയിട്ടല്ല, അവർ സിറ്റുവേഷൻ ബൈ ചാൻസിൽ റോങ് ആണ്. അങ്ങനെ 2 വർഷം എനിക്കുണ്ടായിരുന്നു. ഞാൻ നെഗറ്റീവ് പേഴ്സൺ ആയിരുന്നു അന്ന്. ഞാനൊരു പോസിറ്റീവ് പേഴ്സന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ 2016-17 സമയത്ത്, 18 ഞാൻ PG കയറിയത്, 16 സമയത്ത് ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന ആളുടെ റാങ്ക് കുറയ്ക്കാൻ ഞാൻ കാരണക്കാരനായിരുന്നു. അതുകൊണ്ട് ഈ നെഗറ്റീവ് പേഴ്സൺസിനെയും ബാക്കി നെഗറ്റീവ് കമന്റ്സിനെയും ഒക്കെ മറച്ചു വെക്കുക, ബ്ലൈൻഡേഴ്സ് കീപ്പ് ചെയ്യുക. തേർഡ് പോയിന്റ് ആണ്, നിങ്ങൾ കംപ്ലീറ്റ്ലി ബ്ലൈൻഡേഴ്സ് കീപ്പ് ചെയ്യുക. നിങ്ങളുടെ മാർക്കിന് തന്നെ നിങ്ങൾ ബ്ലൈൻഡേഴ്സ് കീപ്പ് ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ക്ലിയർ ആയിട്ട് ഇപ്പോഴും പറയാം, ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത് 120 ഇപ്പം GT സ്കോർ ചെയ്തിട്ട് 155 160 സ്കോർ ചെയ്യുന്ന ഒരാളെന്നെങ്കിൽ ഞാൻ അടുത്ത വർഷം ഇന്റർവ്യൂ ചെയ്യും. ഞാനത് നിങ്ങൾക്ക് തരുന്ന പ്രോമിസ് ആണ്. ഈ മീറ്റിംഗ് റെക്കോർഡറാണ്, ഞാൻ പോസ്റ്റ്ലി യൂട്യൂബിലോ ബാക്കി എല്ലാം പോസ്റ്റ് ചെയ്യും. ഇങ്ങനെ നിൽക്കുന്ന പേഴ്സൺ ഉറപ്പായിട്ടും 120, അവർക്ക് തന്നെ പറയാൻ പറ്റും 120 നിൽക്കുന്നതാണ് 160 എത്തിയത്. ഈ ഡേയ്സ് എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്ത പേഴ്സൺ ആണെങ്കിൽ അങ്ങനെ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെത്തേഡ്. സോ ബ്ലൈൻഡേഴ്സ് കീപ്പ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ മാർക്ക് തന്നെ കണ്ടിട്ട് നിങ്ങൾ ഡെസ്പ് ആവരുത്. നിങ്ങൾ വേണമെങ്കിൽ നെയിം ചേഞ്ച് ചെയ്തോ, നമ്മുടെ എക്സാം നടക്കുന്ന കാര്യത്തിൽ ഈ ഗുരുവിൽ നെയിം മാറ്റിക്കോ, അങ്ങനെ നെയിമൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ എക്സാമിന് പുഷ് ചെയ്തിട്ട് പോവുക. നിങ്ങളെ മാർക്ക് തന്നെ കമ്പയർ ചെയ്ത് തൊട്ടടുത്ത ആളെ നിൽക്കരുത്. ആൻഡ് ഈ ഒരു പോസിറ്റീവായി നിൽക്കുന്ന 40% ആളുകളോട് റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ബാക്കിയുള്ളവരെ പോസിറ്റീവ് ആക്കി മാറ്റുക. പറ്റുന്ന സമയം അനുസരിച്ച് നിങ്ങൾ പോസിറ്റീവ് ആക്കിയിട്ട് ഉഷാറാക്കുക, അടിപൊളിയാവും ചെയ്യും. ഈ വൈബ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരാൾ ഈ നെഗറ്റീവ് പറയുന്ന ആൾ ജന്മന അങ്ങനെയല്ല, അവർ സിറ്റുവേഷൻ കൊണ്ട് അവർ നെഗറ്റീവ് പറയുന്നതാണ്. അവരെ കൂടി ചെറിയ ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങൾ മിണ്ടാതിരിക്കുകയല്ല വേണ്ട, നിങ്ങൾ അവരെ മോട്ടിവേറ്റ് ചെയ്യണം. നോക്ക് ഇങ്ങനെയല്ല. ഞാൻ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 എക്സാമ്പിൾ പറയാം. എക്സെപ്ഷനലി ഞാൻ ഉണ്ടാക്കി പറയുന്നല്ല, ലൈഫിലുള്ള എക്സാമ്പിളാണ്. അതായത് പണ്ട് INSET നടക്കുന്ന നവംബറിലും നീറ്റ് നടക്കുന്ന ഡിസംബറിലുമാണ്. എൻ്റെ ബാച്ചോ അല്ലെങ്കിൽ തൊട്ട് മുന്നുള്ള സമയത്ത് INSET നവംബറിൽ നടക്കുന്ന, INSET അല്ലേ എയിംസ് എക്സാം നവംബറിൽ നടന്നിട്ട് ഡിസ്ക്വാളിഫൈ ആയ പേഴ്സൺ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ MD പീഡിയാട്രിക്സ് പഠിച്ചിട്ടുണ്ട്. INSET ഡിസംബറിൽ. ചിലപ്പോൾ അന്നത്തെ എക്സാമിൽ എന്തെങ്കിലും ആവാം. സ്റ്റിൽ അവർ പ്രോപ്പർലി റിവൈസ് ചെയ്തില്ല, പാനിക്കായി എന്നൊക്കെയാണ്. ഒരു എൻ്റെ ബാച്ച്മേറ്റ് ആണ്, ഗേളാണ്. അപ്പോൾ അവരോട് ഞാൻ സംസാരിച്ചപ്പം പറഞ്ഞിരുന്നത് പാനിക്കായി പെർഫോം ചെയ്യാൻ പറ്റില്ല, സ്റ്റിൽ നല്ല കോൺഫിഡൻസിൽ മാക്സിമത്തിന് വേണ്ടി ചെയ്തു. ആ വർഷം ക്യാരിങ് ആയിരുന്നു ആൾ. അപ്പോൾ ആ ക്യാരിങ് ആയത് കാരണം എനിക്ക് അടുത്ത വർഷം ഒരിക്കലും പഠിക്കാൻ പറ്റില്ല, ബേബി ആയി കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റില്ല. അങ്ങനെ ഇരുന്ന് നന്നായി ട്രൈ ചെയ്ത സമയത്ത് ഒരു മാസം ഉണ്ടായിരുന്നു, നവംബർ ഫസ്റ്റ് വീക്കും മറ്റേ ഡിസംബർ ഒരു മിഡ് കഴിഞ്ഞിട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ ആ ഒരു മാസം കൊണ്ട് ചേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് MD പീഡിയാട്രിക്സ് കയറി കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ. അപ്പൊ അങ്ങനെ ചേഞ്ച്. ഇനിയിപ്പം കഴിഞ്ഞ വർഷം ഇത് നമ്മുടെ യൂട്യൂബ് ചാനൽ നേരെ എടുത്ത അഭിനന്ദ് MMC പഠിച്ച കാലിക്കറ്റുള്ള മലബാർ മെഡിക്കൽ കോളേജ് പഠിച്ചതാ. അവന്റെ 8500 ആയിരുന്നു അവന്റെ
INSET, അതായത് എയിംസിൻ്റെ റാങ്ക്. നീറ്റ് വന്ന സമയത്ത് അവർ ഭയങ്കര മൾട്ടിപ്പിളായി ഇതേപോലെ മൊബൈലിലേക്ക് ഇങ്ങനെ മൾട്ടിപ്പിളായി കോൾ ചെയ്യുന്നത്. ഞാനൊക്കെ ഒരു പ്രശ്നമുണ്ട്, എന്താ വെച്ചാൽ റാങ്ക് നോക്കിയിട്ട് 400 എത്രയെന്നാണ് കാണും. 300 400 എക്സാക്ട്ലി ഓർമ്മയില്ല, അറിയുന്ന ആളുകളുണ്ടാവും, ചിലപ്പോൾ അഭിനന്ദിൻ്റെ ഫ്രണ്ട്സ് തന്നെ ഉണ്ടാവും. അപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ട്, എന്താ പ്രശ്നടാ, അല്ല എനിക്കത് ഉറപ്പ് കിട്ടുന്നില്ല, അതെന്തേ. അവനെ എന്നോട് ഫസ്റ്റ് ജോയിൻ ചെയ്തപ്പം പന പറഞ്ഞു യെസ് 400 വേറെ ആൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അവൻ എന്നോട് പറഞ്ഞിരുന്നത് എനിക്കൊരു RD PG വേണം. അങ്ങനെ പിള്ള പിള്ളേരെ നമ്മൾ വിടാറില്ല. അവൻ തുടക്കം പറഞ്ഞത് അവസാനത്തേക്കൊന്നുമില്ല. 8500 INSET അന്ന് വാങ്ങിച്ചിട്ട് 300 400 റേഞ്ചിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള എക്സാമ്പിൾ നിങ്ങളെ മുന്നിലുണ്ട്. ആ എക്സാമ്പിൾ ആവാൻ താല്പര്യമുണ്ടോ, ദുരന്തം പറഞ്ഞ് മാറി നിൽക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അതിന് നിങ്ങൾ സ്ട്രോങ് ബ്ലൈൻഡേഴ്സ്, ഒരു വലിയൊരു ബ്ലൈൻഡറിനെ വെച്ചോ. ചേട്ടാ നീറ്റ് യൂസ് ചെയ്ത പിള്ളേരോട് ഞാൻ ബ്ലൈൻഡേഴ്സ് കീപ്പ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അവരെന്ത് ചെയ്ത് വെച്ചാൽ ബുക്കിലെ പേജൊക്കെ പറിച്ച് അടുത്ത ദിവസം ചെന്ന സമയത്തുണ്ട് ഇതേപോലെ കുറച്ച് ബ്ലൈൻഡേഴ്സ് ഒക്കെ വെച്ച് നിൽക്കുന്നു. സ്റ്റിൽ അതും യൂസ് ചെയ്യുക, അതും പോസിബിൾ ആണ്. ഈ സാധനം വെച്ചിരിക്കുന്ന ആളോട് ആരും പോയിട്ട് ദുരന്തം പറയാനോ സംസാരിക്കാനോ ഒന്നും ഇരിക്കൂല. അപ്പോൾ ലൂസ് സ്റ്റോക്സ് ഒന്നും ഉപയോഗിക്കാണ്ട് എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യുക. കാരണം നിങ്ങളെ ലൈഫിലെ ലാസ്റ്റ് ഹാർഡ് വർക്കാണ്. പ്രൊവൈഡഡ് മെഡിസിൻ PGസിനെ ഒഴിച്ച് ബാക്കി എല്ലാവരോടും ഞാൻ പറയാം, മെഡിസിൻ PG എടുക്കാൻ പോകുന്ന ആൾ ചിലപ്പോൾ DM വേണ്ടി ഇതേപോലെ കഷ്ടപ്പെട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. ബാക്കി ആരും ജീവിതത്തിൽ ഇങ്ങനെ പഠിക്കാൻ പോകുന്നില്ല. ബാക്കി ഏത് PGs ആയിക്കോട്ടെ, ആരായാലും ഇതേപോലെ പഠിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ലൈഫിലെ ലാസ്റ്റ് പഠനമാണ്. സോ അത് എന്തുകൊണ്ട് എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പം എനിക്ക് ഞാൻ പറയാം, 16,500 വാങ്ങിച്ച സ്റ്റുഡൻ്റ് ഒക്കെ ഉണ്ട്. ഞാൻ നന്നായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നീറ്റിന്. നീറ്റിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്റ്റ് ആൻഡ് റാൻഡം ആണ്. അതിൻ്റെ രൂപത്തിലാണ് നമ്മളെ എക്സാമിൻ്റെ പ്രിപ്പറേഷനും നമ്മളെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അതിനോട് കോയിൻസൈഡ് ചെയ്യുന്ന രൂപത്തിലേക്കാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് വാസ്റ്റ് ഏരിയയിൽ നിന്ന് റാൻഡം ക്വസ്റ്റ്യൻസ് വന്നാൽ പിക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രിപ്പറേഷൻ ഇപ്പോൾ INSETൻ്റെ കോയിൻസൈഡ് ചെയ്ത് പോകുന്നതല്ല, നമ്മൾ ലാസ്റ്റിലേക്കാണ് INSETൻ്റെ ടോപ്പിക്കൊക്കെ നിങ്ങളോട് നോക്കാൻ പറയാറ്. INSET കിട്ടുന്ന ആളുകൾ ഇൻ ഡെപ്ത് നോളജ് ഉണ്ടാവും. യു ഷുഡ് നോ എവറിത്തിങ് അബൌട്ട് സംതിങ് എന്നാണ് സാറ് പറയാറുള്ളത്. നമ്മുടെ പാത്തോളജി പ്രവീൺ സാർ എപ്പോഴും പറയും യു ഷുഡ് നോ എവറിത്തിങ് അബൌട്ട് സംതിങ്. അതാണ് INSET. പക്ഷേ INSET ഇപ്പോഴും നീറ്റിൻ്റെ മോഡലിലേക്ക് സ്വിച്ച് ചെയ്ത് എത്തിയിട്ടുണ്ട്. സ്റ്റിൽ നീറ്റിന് എന്താ അറിയണ്ടേ, യു ഷുഡ് നോ സംതിങ് അബൌട്ട് എവറിത്തിങ്. അതേ രൂപത്തിലേക്ക് നിങ്ങൾക്ക് വായന 25 days കീപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങളിങ്ങനെ റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. സോ ഞാൻ പറഞ്ഞത് 5,000 ഉള്ളിലേക്ക് ഒരു റിസ്ക്കും അവിടെ ഇല്ല. 5,000 to 10,000 ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങൾ 5,000 ഉള്ളിൽ കയറാൻ വേണ്ടിയുള്ള വർക്ക് എടുക്കുക എന്നേ പറയാനുള്ളൂ. അതിനുള്ള വർക്ക് എടുക്കുക, അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ സേഫാണ്. 5,000 to 10,000 ടാർഗറ്റ് ചെയ്ത് മൂവ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ 10,000 to 50,000 ആ അറൗണ്ട് ഒക്കെ കീപ്പ് ചെയ്യുന്ന ആളുകൾ, അവിടുത്തെ റിസ്ക് ആണ്. ചിലപ്പോൾ പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് 20,000 25,000 പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ടോപ്പ് നിൽക്കുന്ന ആളുകൾ ഒരു ഇഷ്യൂസും വരുത്തണ്ട. നിങ്ങളുടെ മെത്തേഡും സ്റ്റഡിയും ബാക്കിയായും കൊണ്ടുവന്നതാണ്. ആൻഡ് ചില റാങ്ക് കിട്ടിയ സമയത്ത്, ഈ റാങ്ക് വരുന്നതിൻ്റെ തലേ ദിവസം ഫ്രൈഡേ സി സാറ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സി സാറ് പറഞ്ഞു, നിങ്ങളെ ഫേസ് വൈസ് ബാച്ചിൽ നല്ല പിള്ളേരുണ്ടായിരുന്നു, ഈ വർഷം ഒരു സിംഗിൾ ഡിജിറ്റ് റാങ്ക് കിട്ടും. ആ ചാറ്റ് അതേപോലെ ഉണ്ട്. ഞാൻ സി സാറിന് അത് കഴിഞ്ഞ ഉടനെ തന്നെ അയച്ചിരുന്നു. സാർ ഗിഫ്റ്റ് കൊടുത്താൽ കുട്ടിക്ക് തന്നെ കിട്ടിയിട്ട് 4th റാങ്ക് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, വേറെ കിട്ടാണ്ടായിരുന്നു. പക്ഷെ ആ വേറെ കിട്ടാൻ എല്ലാവർക്കും കൂടെ റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ ഇൻഡിവിജ്വൽ ആലോചിച്ചാൽ വേറെ കിട്ടിയിരുന്ന 300 400 കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഇത്ര കോൺസെൻട്രേറ്റഡ് ആയി ചിലപ്പോൾ നീറ്റ് നോക്കിക്കൊള്ളണമെന്നില്ല. ഞാൻ വിചാരിക്കാൻ പോകുന്നത് ഈ 1,500 2,000 3,000 വാങ്ങിയ ആളുകൾ വെരി ഹാർഡ് വർക്ക് ചെയ്യും. എല്ലാവരും ചെയ്യുന്നല്ല, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അവരെല്ലാ കാര്യങ്ങളും മാറ്റി ട്രസ്റ്റ് ചെയ്ത്, സെൽഫ് ട്രസ്റ്റ് ചെയ്യുക. ഈ പറയുന്ന കാര്യത്തിനെയും പ്രോസസ്സിനെയും ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല റാങ്ക്, ഞാൻ നീറ്റ് എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത് ഇതിനേക്കാൾ ഒരു ബെറ്റർ ആയിട്ടുള്ള റാങ്ക് കാലിക്കറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത്. സോ അത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. കാരണം ആ ഒരു റാങ്കിലേക്ക് പോയി അവരെ പ്രിപ്പറേഷൻ കുറവാണ് തന്നെ അവർ വിചാരിച്ചുകൊണ്ട് ഇതേപോലത്തെ വർക്കിന് നിന്ന് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് നിന്ന് എക്സ്ട്രാ വർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും എന്നുള്ളതാണ്. സോ അത്രയും വർക്ക് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ബെസ്റ്റ് തിങ്ങിൻ്റെ എന്താ പറയുക, ലോസ്റ്റ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് അല്ല, ഞാൻ ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്ത അത്ര അഗ്രഷൻ ആയില്ല, ഇനിയും അഗ്രഷൻ എനിക്ക് കാണിക്കണം എന്ന് കാണിച്ചുകൊണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങളെ ബുക്ക് നിങ്ങൾ ലവ് ചെയ്യാൻ തുടങ്ങും, നിങ്ങളെ പ്രോസസ്സ് നിങ്ങൾ ലവ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് നിങ്ങൾ കുറച്ചുകൂടി ബെറ്ററായി ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ്. ആൻഡ് നല്ല പോസിറ്റീവ് മൈൻഡ് സെറ്റുള്ള ആളുകൾ പറയാനുള്ളത് ഇത് 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തേക്കുക. നിങ്ങൾക്ക് നെഗറ്റീവ് പറയാൻ തോന്നുന്നു, ഒരാളോട് പറയുന്നത് റെസ്ട്രിക്റ്റ് ചെയ്യുക. കാരണം റീഡിംഗ് റൂമിലൊക്കെ നിൽക്കുക, ഞാൻ പോകുമ്പോൾ കാണാറുണ്ട്. ഫസ്റ്റ് ചെന്ന സമയത്ത് റീഡിംഗ് റൂം 1 ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു, റീഡിംഗ് റൂം 2 കുറച്ചൊരു നെഗറ്റിവിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വന്ന സമയത്ത് ഭയങ്കരമായി ഷിഫ്റ്റ് ചെയ്തു. കുറേ ആളുകൾ അവിടുന്ന് 2 ഇങ്ങനെ അപ്ഡേറ്റ് അയക്കുന്നുണ്ടായിരുന്നു. അവരെ മാർക്കൊക്കെ ഷിഫ്റ്റ് ചെയ്ത് കാണുമ്പോൾ ഭയങ്കര നല്ല പോസിറ്റിവിറ്റി എനിക്ക് തന്നെ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. സോ സറൗണ്ടിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ സറൗണ്ടിങ് സെൽഫായിട്ട് നന്നാക്കാൻ നോക്കുക. പഠിക്കുന്ന ആളുകളുണ്ട്, നിങ്ങൾ ഒരു മിനിറ്റോ 2 മിനിറ്റോ എടുത്തിട്ട് ആരെങ്കിലും ഒന്ന് പോസിറ്റീവ് എനർജി കൊടുക്കാൻ നോക്കുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചുറ്റുപാട് ഒരു പോസിറ്റീവ് എനർജീൻ്റെ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല രൂപത്തിൽ കൊണ്ടുപോകാൻ പറ്റും.
ഇതേ രൂപത്തിനെ പഠിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉണ്ടാവും. ഉണ്ട് പറയുന്നതിനും സംസാരിക്കുന്നതിനും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ സന്തോഷത്തോടെ നോക്കുന്നതിനൊക്കെ നമ്മളെ പഠനത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ബേസിക്കലി ഇറ്റ്സ് ഓൾ കെമിക്കൽ. നമ്മുടെ ബ്രെയിനിലുള്ള കുറച്ച് കെമിക്കലിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വേരിയേഷൻസ് മാത്രമാണ്. സോ അത് എന്തുണ്ടാവണോ, നല്ലതുണ്ടാവണോ, പോസിറ്റീവ് ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ടാവണോ, നെഗറ്റീവ് കെമിക്കൽസ് ഉണ്ടാവണോ, നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ അതേപോലെ കൊണ്ടുപോകുന്നുള്ളത്. ആൻഡ് എൻ്റെ മീറ്റിങ്ങിൽ 80% കണ്ടന്റും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ചില ആളുകൾ മൊബൈലിൽ കുത്തിയിരുന്ന് കംഫർട്ട് സോണിൽ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുണ്ട്, പോസ് ചെയ്ത് ചെയ്യുന്ന ആളുകളുണ്ട്, കിടന്നുകൊണ്ട് ചെയ്യുന്ന, കുറച്ച് നേരം ചെയറിലിരിക്കും, കുറച്ച് കഴിഞ്ഞ് കടന്നിരിക്കും, കുറച്ച് ബാൽക്കണി ഇരിക്കും, കുറച്ച് കഴിയുമ്പോൾ ചായ കുടിക്കും. ഇതൊന്നും അലൗഡ് അല്ല. കണ്ടിന്യൂസ്ലി ചെയ്യുക. ചില കുറച്ച് നേരം കഴിഞ്ഞ് സിഗരറ്റ് ചെയ്യും, അല്ലെങ്കിൽ നെക്കോട്ടിനുള്ള ഒരു ബബിൾഗം കഴിക്കും, കുറച്ച് ഫ്രണ്ടിനോട് സംസാരിക്കും. ഇതൊക്കെ അഡിക്ഷൻ, അതൊക്കെ ഡോപ്പമീൻ അഡിക്ഷൻസ് ആണ്. ഞാൻ നേരത്തെ എടുക്കുന്ന പോലെയുള്ള കോഫി എടുത്തുകൊണ്ട് എക്സാം എഴുതാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് പോസിബിൾ അല്ല. ഞാൻ ഈ കോഫീൻ്റെ എനർജിയിലാണ് എക്സ്ട്രാ എഫേർട്ട് ഇട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ റിയൽ എനർജി അല്ല. നിങ്ങളെ ബേസ് ആയിട്ടുള്ള റിയൽ എനർജി തന്നെ വരണം എന്നുണ്ടെങ്കിൽ ഒരു അഡിക്ഷൻസും ഇല്ലാണ്ട് തന്നെ എക്സാം എഴുതണം. അതിനാണ് നിങ്ങൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എഴുതാൻ പറഞ്ഞത്. കുറേ പേരുടെ പേഴ്സണൽ ഇഷ്യൂസ് സെർച്ച് ചെയ്ത സമയത്ത് അവർക്ക് മിസ്റ്റേക്ക് ഉണ്ടാവുന്ന സമയത്ത് ഇൻഡിവിജ്വലി സ്ഥിരമായിട്ട് വാട്സാപ്പ് ചെയ്തിരിക്കുന്ന 1-2 വർഷം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മൊബൈലും ഈ ഡിസ്പ്ലേൻ്റെ ഉള്ളിൽ തന്നെ അതേ ഫോർമാറ്റിൽ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങളൊരു കംഫർട്ട് സോണിലാണ്. നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കംഫർട്ട് സോണിൽ പോകും. അതിനാണ് നമ്മൾ കമ്പ്യൂട്ടർ സെൻറ്റർ ഫ്രീ ആയിട്ട് അവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അത് ചെയ്യും. മാത്രമല്ല GCLTക്ക് രജിസ്റ്റർ ചെയ്ത് എക്സാം എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേരോട്. അങ്ങനെ അത് എഴുതുക. ബാക്കി എഴുതാൻ പറ്റാത്ത ആളുകൾ ന്യൂ പാറ്റേൺ കമ്പ്യൂട്ടർ സെൻറ്ററിൽ നിൽക്കുക. ആ കമ്പ്യൂട്ടറിൽ ഒരാളെ നോക്കാൻ നിർത്തുക. ഇനിയിപ്പോൾ നിങ്ങൾ വീട്ടിലാണെങ്കിൽ വീട്ടിലെ അച്ഛനും അമ്മേനെ നിർത്തിയിട്ട് ഞാൻ ഇന്ന സമയത്ത് എക്സാം ഉണ്ട്, ഇന്ന അവിടുന്ന് അനങ്ങാൻ സമ്മതിക്കരുത്. അനങ്ങാതെ 3 മണിക്കൂർ ഇരുന്ന് 3-3.5 മണിക്കൂർ ഇരുന്ന് കണ്ടിന്യൂസ്ലി എക്സാം എഴുതണം. ആ സമയത്ത് വേണമെങ്കിൽ ഫാൻ ഓഫ് ആക്കുക, AC-ൻ്റെ തണുപ്പ് കൂട്ടുക, കുറയ്ക്കുകയൊക്കെ ചെയ്യണം. അത് ഡിഫിക്കൽട്ടായ സിറ്റുവേഷൻ ചെയ്ത് അല്ലാണ്ട് നമ്മുടെ മൊബൈൽ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ പോസ് ചെയ്ത് വെക്കുക, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, കുറച്ച് നേരം ഇരുന്ന് എക്സാം എഴുതുക, കുറച്ച് നേരം കടന്ന് എക്സാം എഴുതുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. വീക്കിലി 1 GT ഇനി മസ്റ്റാണ്. അതിൽ കൂടുതൽ നിങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ല. വീക്കിലി 1 GT മസ്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഒരു കാര്യം കൂടി ആക്ച്വലി എഴുതി വെച്ച കാര്യം എന്താണെന്ന് എനിക്ക് തന്നെ കിട്ടുന്നില്ല. ഓക്കെ. ആൻഡ് ചില കുട്ടികളോട് ഞാൻ ചാറ്റ് ചെയ്ത സമയത്ത് കുറച്ച് റൂഡായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് അവരെ പാമ്പർ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയില്ല. ചില കുട്ടികളോട് ഞാൻ അത് എഴുതി വെച്ചത് എന്താ നോക്കിയിരുന്നു. ചില കുട്ടികളോട് നമ്മൾ ചോദിച്ച സമയത്ത് ഞാൻ പാമ്പർ ചെയ്യാത്ത രൂപത്തിൽ തന്നെ ഞാൻ റെസ്പോൺസ് കൊടുത്തിരുന്നു. അത് ബെറ്റർ ആവാൻ വേണ്ടിയില്ല. ജസ്റ്റ് ലൈക്ക് അയ്യോ എനിക്ക് പഠിച്ചിട്ട് ശരിയാവുന്നില്ലേ, എനിക്ക് ഇത് ശരിയാവുന്നില്ല, ആണോ നാളെ ശരിയാവും എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ പറഞ്ഞ് നിൽക്കണ്ട, നീ നിന്റെ പഠനം നോക്കുക എന്ന രൂപത്തിൽ കുറച്ച് റൂഡായി നിങ്ങൾക്ക് സംസാരിക്കേണ്ടി വരും. ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്. കാരണം നിങ്ങൾ ഒരാൾ നിങ്ങളെ കൊത്തി ആട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഈ കോഴിക്കുഞ്ഞ് സ്വന്തമായി ഫുഡ് എടുക്കുന്നില്ലേ, തള്ളക്കോഴി ആട്ടി കഴിഞ്ഞാലേ ശരിയുള്ളൂ. നിങ്ങൾ സ്വന്തമായിട്ട് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ കംഫോർട്ട് ചെയ്ത് നിൽക്കേണ്ട കാര്യമൊന്നുമല്ല. കാരണം എക്സാമിൻ്റെ പ്രഷർ നിങ്ങൾ സ്വന്തമായാണ് താങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് വന്ന് പായരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കരുത്. എനിക്ക് ശരിയായില്ല, മറ്റേതിൽ ഇതായേക്ക് പോയി, ഇത് ചെയ്യില്ല, ഇന്നലെ അസുഖമായി, ഇന്ന് തലവേദന വന്നു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഞാൻ എല്ലാവരും ഓടിച്ച് ഞാനും കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു. അത് കാരണം ഞാൻ നന്നായിട്ട് ഓടിച്ച് ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഒന്നും വിചാരിക്കരുത്. നിങ്ങൾ ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താ, നിങ്ങൾ ആണോ കുഞ്ഞെ, നിങ്ങൾക്ക് പനി ആയതുകൊണ്ടാണോ മാർക്ക് കുറഞ്ഞത് എന്നൊന്നും ചോദിക്കാന്നില്ല. പനിയൊക്കെ എക്സാമിൻ്റെ തലേന്നും വരും. അപ്പോൾ അതേപോലത്തെ പാമ്പറിങ്ങോ കംഫർട്ട് സോണിലോ ഒന്നും നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾ അടിപൊളിയായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചെയ്യാന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനോട് ടോക്ക് ചെയ്തിട്ടുള്ള സമാധാനം, വീഡിയോ കണ്ടിട്ടുള്ള സമാധാനം, മ്യൂസിക് കേട്ടോട്ടെ, എന്തെങ്കിലും അങ്ങനത്തെ സമാധാനങ്ങൾ മാത്രം എടുക്കുക. ബാക്കി നിങ്ങളെ എന്താ പറയുക ഉള്ളിലുള്ള ഫയർ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുക. ബാക്കിയുള്ള ഒരു അഡിക്ഷൻസും ഇൻക്ലൂഡിങ് വേറെ ആളുകൾ നിങ്ങളെ സമാധാനിപ്പിക്കുന്ന അഡിക്ഷൻസ് പോലും യൂസ് ചെയ്യരുത്. ചില ആളുകളുണ്ട്, ചില ആളുകൾ കൂടെ ഇരുന്നാൽ പഠിക്കുമെന്ന് പറഞ്ഞിട്ട്. ആ കൂടെ ഇരുന്നാൽ പഠിക്കുന്നത് നിങ്ങളല്ല പഠിക്കുന്നത്. നിങ്ങൾ അവരുള്ള കംഫർട്ട് സോണിൽ ഉണ്ടാവുന്ന ഒരു ഡോപ്പമീൻ സർജ്, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ടിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റും. അത് ആക്ച്വലി നിങ്ങളെ ബേസ് സോൺ അല്ല. നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർ നിൽക്കുന്ന ആ കംഫർട്ട് സോൺ ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് പഠിക്കുന്ന മാതിരി കുറച്ചുകൂടി ആക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കി നിങ്ങൾ ശരിക്കും ഉള്ളെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ടിരിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറയേണ്ട ഒരു 90% കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഞാൻ നോട്ട് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിൽ നോട്ട് ചെയ്ത് അതിനെ ബേസ് ചെയ്ത് ആൻസർ പറയാന്നുള്ളതാണ്. സോ എനിക്കിന്ന് മീറ്റിംഗ് ബിഫോർ 1 hour തന്നെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഹൗ ടു ഇംപ്രൂവ് GT നമ്പർ. ഇപ്പം നിങ്ങൾ GTൻ്റെ നമ്പർ ഇമ്പ്രൂവ് ചെയ്യുന്നത് എങ്ങനെ? ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ പഠിക്കുന്ന ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. നിങ്ങൾക്ക് മുന്നിൽ എന്താണോ ചെയ്യാൻ പറ്റുക, ഞാൻ പറഞ്ഞ ലാസ്റ്റ് ലാപ്പാണ്. നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഫോർവേഡ് മൂവ് ചെയ്യും. അതിൻ്റെ മുന്നിലുള്ള മന്തിൽ നിങ്ങൾക്ക് പെർട്ടിക്കുലർലി ഇൻസ്ട്രക്ട് ചെയ്യാൻ പറ്റുക, നിങ്ങൾ ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്യുക. അതൊക്കെ സ്ട്രാറ്റജി ആ സമയത്ത് നോക്കേണ്ടതുണ്ട്. ഫിനിഷിംഗ് ലൈൻ നമ്മളെ മുന്നിലുണ്ട്.
ഫിനിഷിംഗ് ലൈൻ മുന്നിലുള്ള സമയത്ത് ഞാൻ ഇത്ര സ്പീഡിലാണോ ഓടുന്നത്, ഈ കാൽക്കുലേഷൻ ഒന്നും വേണ്ടാന്ന്. നിങ്ങൾ അങ്ങ് നിങ്ങളെ എഫേർട്ട് മുഴുവൻ എടുത്ത് അങ്ങ് ഓട്. അതിൽ ഏതെങ്കിലും സബ്ജക്റ്റ് കുറച്ച് കൂടുതൽ സമയം പഠിക്കുന്നതിനൊന്നും പ്രശ്നമില്ല. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ചാപ്റ്റർ ഇതുവരെ റിവൈസ് ചെയ്തിരിക്കുന്നത് അത് കുറച്ചുകൂടി സ്പീഡിൽ ചെയ്യാന്നുള്ളൂ. ഈ 110 നിന്ന് 150 എങ്ങനെ എത്തുക എന്നുള്ള പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കണ്ട, ചെയ്യാൻ എത്രയേ ഉള്ളൂ. 70% ഓഫ് യുവർ ടൈം നോട്ട് റീഡ് ചെയ്യുന്നു, 30% ഓഫ് യുവർ ടൈം നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ചെയ്യുന്നു. നിങ്ങളെ പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്യുക. പ്രോസസ്സിൽ നിങ്ങൾ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകില്ല. പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്യുക. ആ സാധനം തന്നെ വീണ്ടും വീണ്ടും ചെയ്ത് നോക്കുക. ഡെയിലി ബേസ് ചെയ്ത് നിങ്ങളോട് പറയുക, യെസ് ഞാൻ ചെയ്യുന്നതൊക്കെ ഓക്കെയാണ്, ഞാൻ പറയുന്നത് ഓക്കെയാണ്, അങ്ങനെ തന്നെ പോകുന്നുണ്ട്, ഇത് കറക്റ്റാണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ഞാൻ പറയാത്തൊരു പ്രോസസ്സാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. നിങ്ങൾ ഒരു പ്രോസസ്സ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കും മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പുതിയ പ്രോസസ്സോ പുതിയ അഡ്വൈസോ പുതിയ ഇൻസ്ട്രക്ഷൻസോ ഒന്നും ആഡ് ചെയ്ത് GT വീക്കിലി വേറെ വീക്കിലി 1 GT ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. വീക്കിലി 1 GT തന്നെയാണ് മോസ്റ്റ് ഓഫ് ദ ആൾ വീക്കിലി 1 GT ചെയ്ത് പോകുക എന്നുള്ളതാണ് ചെയ്യുക. അതിൽ കൂട്ടണ്ട. ടുവേർഡ്സ് ലാസ്റ്റിലേക്ക് മാത്രം ചിലപ്പോൾ നിങ്ങൾ കൂട്ടിയിട്ടുണ്ടാവും. ലാസ്റ്റ് ഡേയ്സ് ഓഫ് എക്സാമിൽ GT ചെയ്താൽ കോൺഫിഡൻസ് ബാധിക്കുമോ? നിങ്ങൾ കോൺഫിഡൻസ് GT എഴുതുന്നത് ഇനി അങ്ങോട്ട് GT എഴുതുന്നത് കോൺഫിഡൻസ് കൂട്ടാനല്ല. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഒരു മാർക്ക് കണ്ടിട്ടുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണ്ട, എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് മാക്സിമം ചെയ്തു പോകുക എന്നുള്ളതാണ്. നമ്മൾ കുറച്ചുകൂടി ഷാർട്ട് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തു നോക്കുമ്പോൾ അത് ഇപ്പൊ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ മാറ്റി വെക്കുക എന്നല്ല, മാക്സിമം ചെയ്യുക എന്നുള്ളതാണ്. എക്സാമിന്റെ തലേന്നും അന്ന് രാവിലെയും അങ്ങനെ ചെയ്യണ്ട, എക്സാമിന് 2 ദിവസം മുന്നൊന്നും ചെയ്യേണ്ട എന്നുള്ളത്. ബാക്കിയുള്ള സമയത്തൊക്കെ എക്സാമിന് ചെയ്യാൻ പറ്റുന്നത് കോൺഫിഡൻസ് നോക്കാൻ, ആ റാങ്ക് എന്ന സാധനം അങ്ങനെ നോക്കണ്ട. കാരണം ആ പ്രോസസ്സ് ലാസ്റ്റിൽ ആപ്പിലേക്ക് ചെയ്യുന്ന റിവിഷന്റെ പ്രോസസ്സ് അനുസരിച്ച് ഭയങ്കര ഫ്ലക്ച്വേഷൻ GT സ്കോറിൽ വരാം. അതുകൊണ്ട് GT സ്കോർ എന്നുള്ള സാധനം അങ്ങ് മാസ്ക് ചെയ്തേക്കുക, അത് ബ്ലൈൻഡർ വെച്ചിട്ട് മറച്ചേക്കുക, എന്നിട്ട് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ലാസ്റ്റ് ഡേ റിവിഷന് എത്ര ദിവസം ആണ്, അതൊക്കെ ഡിപ്പെൻഡ് അപ്പോൺ ചെറിയ ചെറിയ ചേഞ്ചസ് വരും. ഇനി അങ്ങോട്ട് പറ്റുന്ന ആൾ 3 ഡേയ്സ് 3 റിവിഷൻസും 2 റിവിഷൻസും ഒക്കെ പറ്റുന്ന ആളുകളുണ്ട്. അപ്പോൾ ഞാൻ മുകളിൽ മുതൽ തന്നെ ബാക്കി ക്വസ്റ്റ്യൻസ് അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ബെറ്റർ റാങ്കിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നൗൺസ് വീക്ക്ലി GTയുടെ കാര്യം പറഞ്ഞു. അതിനനുസരിച്ച് ക്വാളിഫൈഡ് സ്ട്രാറ്റജി എന്ന്. അൺക്വാളിഫൈഡിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയും ഇല്ല. നിങ്ങളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, അത് തന്നെയാണ് ചെയ്യേണ്ടതെന്ന് ഉറപ്പ് വരുത്തുക, അത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അഗ്രഷൻ കാണിക്കുക, എത്രയേ ഉള്ളൂ. ഇപ്പോഴത്തെ DT സ്കോർ ഈസ് ഡിമോട്ടിങ്. ഇപ്പോഴത്തെ DT സ്കോർ ഡിമോട്ടിവേറ്റിംഗ് ആണെങ്കിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വർക്ക് കുറവാണ്, വർക്ക് ഇൻക്രീസ് ചെയ്യാൻ കുറച്ചുകൂടി വർക്ക് ഇൻപുട്ട് കൊടുക്കുക. അല്ലാണ്ട് ഇതിൽ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക, ഒരു മാജിക് കാണിക്കാനോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മന്ത്രം ചൊല്ലി തരാനോ അങ്ങനൊന്നുമില്ല. നിങ്ങൾ വർക്ക് ചെയ്യുക, അഗ്രഷനിൽ വർക്ക് ചെയ്യുക, അപ്പോൾ ഇമ്പ്രൂവ് ആവും. നമ്മളെ പ്രശ്നം എന്താ വെച്ചാൽ യഥാർത്ഥത്തിൽ ആളുകൾ വർക്ക് ചെയ്യുന്നതിന് ഇന്റൻസിറ്റി എന്താ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഈ 4th റാങ്ക് കിട്ടിയ സ്റ്റുഡൻറ്റിനൊക്കെ പേഴ്സണലി ഞാൻ ഇന്റർവ്യൂ സമയത്ത് പറഞ്ഞിരുന്നത് ടെൻഷനായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. ലാബിലെ റിസൾട്ട് നോക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ച് എങ്ങനെ നോക്കിയിരുന്ന അറിയോ, ഈ ഒരു റാങ്ക് നോക്കുന്ന സമയത്ത് എനിക്ക് ഡീമോട്ടിവേറ്റ് ആവരുത് എന്ന് വെച്ച് നോക്കിയതാണ്. അപ്പോഴാണ് റാങ്ക് 4 ഒക്കെ കണ്ടതെന്നുള്ളതാണ്. അതേപോലത്തെ റാങ്ക് 4 നിങ്ങൾക്കും റാങ്ക് 3ഉം 4ഉം 1ഉം 2 ഒക്കെ നീറ്റ് നോക്കുമ്പോൾ വരട്ടെ. അപ്പൊ അതിനു വേണ്ടി അത് ഹോപ്പ് ചെയ്ത് അവിടെ കീപ്പ് ചെയ്ത് വെക്കുക, അത് തന്നെ ഡെയിലി സ്വപ്നം കാണില്ല. എന്നിട്ട് അതിനു വേണ്ടി ഇപ്പം മുതൽ വർക്ക് ചെയ്യും. ചോയ്സ് 2 ഉള്ളൂ. ഇപ്പം മുതൽ വർക്കിങ്ങിന് പോകണോ, ഇതേപോലത്തെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കണോ എന്നുള്ള 2 ചോയ്സ് ഉള്ളത്. ഏതെങ്കിലും ഒന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഒന്ന് ചൂസ് ചെയ്യുക. ഹൗ ടു സ്ലീപ്പ് ഓൺ പ്രീവിയസ് ഡേ ഓഫ് എക്സാം സ്ലീപ്പ് ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. എക്സാമിന് തൊട്ട് മുന്നേ ആകുമ്പോഴത്തേനും ലാസ്റ്റ് വീക്ക് ചെയ്യും. നീറ്റിന്റെ റാങ്ക് ഇനി സിമിലർ ഉണ്ടാവോ, റാങ്ക് ലിസ്റ്റ് പോലെ ഇതേപോലെ ആവോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് നിങ്ങൾക്ക് നിൽക്കാം. 2 ഓപ്ഷനാണ്, നിങ്ങൾ നിൽക്കാം. ചേഞ്ച് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ആ ഹിസ്റ്ററി കൂടെ നിങ്ങൾക്ക് പോകണോ മറ്റേ ഹിസ്റ്ററി കൂടെ പോകണോ എന്നുള്ളത് നിങ്ങൾ ചോയ്സ് ചെയ്യുക. അതാണ് ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. സോ അങ്ങനത്തെ ഉള്ള ഒരു നെഗറ്റിവിറ്റിയും, ഒരു സിംഗിൾ പോയിന്റ് ഓഫ് നെഗറ്റിവിറ്റി വരെ ഇല്ലാണ്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല ടോപ്പ് റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. 5K റേഞ്ചിൽ അത് കീപ്പ് ചെയ്യണം. ഇപ്പൊ ഡിഫറെൻ്റ്ലി അല്ല, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന എന്താണോ ചെയ്യുന്നത്, നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള ടൂളാണ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കത്തി ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ യുദ്ധത്തിന് പോകുന്നതെങ്കിൽ അത് മാക്സിമം ഷാർപ്പൻ ചെയ്യും, അത് ഉഷാറാക്കി കൊണ്ടുപോകുന്നുള്ളൂ. PYQ ചെയ്ത് കഴിഞ്ഞ് PYQ എന്നുള്ള ഒരു മിസ്നോമർ എന്നല്ല പറയേണ്ടത്. PYQ എന്തോ സംഭവം വിചാരിക്കേണ്ട. നീറ്റിന് INTCTക്ക് സംഭവമായിരിക്കും, നീറ്റിന് അങ്ങനൊന്നുമില്ല. എവരി ക്വസ്റ്റ്യൻ PYQ ആണ്, എവരി ക്വസ്റ്റ്യൻ. കാരണം എല്ലാ ക്വസ്റ്റ്യൻസ് പുതിയതായി ഉണ്ടാക്കുന്നുണ്ട് നീറ്റിന് വേണ്ടി. കഴിഞ്ഞ വർഷത്തെ നീറ്റ് കുറേ ക്വസ്റ്റ്യൻസ് വരും. പിന്നെ എന്താ ഈ PYQന്റെ കാര്യം നിൽക്കുന്നത്? PYQ എന്നല്ല, എവരി ക്വസ്റ്റ്യൻ ചെയ്യും. PYQ മാത്രം സെലക്ട് ചെയ്ത് കുറച്ച് ആളുകൾ ചെയ്യാന്നുള്ള ആളുകളുണ്ട്, അങ്ങനെ എല്ലാം കൊണ്ടുണ്ട്. വൈ ആം മേക്കിംഗ് മോർ സില്ലി മിസ്റ്റേക്ക് ദിസ് ഡേയ്സ് ഈസ് ദിസ് ഹാപ്പനിങ് ടു എവരി. ഈ സമയത്ത് കൂടുതൽ സില്ലി മിസ്റ്റേക്ക് നിങ്ങൾ ഡിസ്ട്രാക്റ്റഡോ മൈൻഡ് സെറ്റ് പോയിട്ടോ കുറച്ചുകൂടി വെറീഡോ ആയിട്ടാണ്. ആ വെറീസ് ഒക്കെ ഒന്ന് മാറ്റി വെക്ക്.
ഈ പറഞ്ഞ ഇത് കാരണം മിസ്റ്റേക്ക് വരുന്നത് എൻ്റെ പ്രശ്നം കൊണ്ടാണ് എന്ന് നിങ്ങൾ വിചാരിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് വരും. അല്ലാണ്ട് എനിക്ക് മാത്രം ഗോഡിൻ്റെ അടുത്തുനിന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള കേസ്, ഒരു ശാപം കിട്ടിയോ എന്നൊക്കെ ആലോചിക്കുന്ന മാജിക്കൽ തിങ്കിങ് എന്നൊക്കെ അതിനെ പറയാം. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങളെ വർക്കിനെ അങ്ങ് ഡിസ്പ്ലേസ് ചെയ്യാൻ നോക്കരുത്. വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. വർക്ക് ചെയ്യാനുള്ള എന്തൊക്കെ തോട്ട്സ് ആണോ അത് മുന്നോട്ട് കൊണ്ടുപോകും. ഇനി മോക്ക് സ്കോർ തന്നെയാകുമോ നമ്മളുടെ ഫൈനൽ എക്സാമിൽ? ഒരിക്കലല്ല. നിങ്ങൾ ഒരു പെർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിലേക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിനേക്കാളും ഒരു 10 ക്വസ്റ്റ്യൻസ് താഴെയൊക്കെ വരാനാണ് ചാൻസ് കൂടുതൽ. ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ സ്ഥിരം പഠിച്ച പ്ലാറ്റ്ഫോമിലാണ് ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോമിലാണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ അതിനേക്കാളും ഒരു 10 ക്വസ്റ്റ്യൻ ഏറെ നിങ്ങൾ ശരിയാക്കാനും ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ മീറ്റിംഗ് പാർട്ടിസിപ്പേറ്റ്സ് 5 മാക്സ് ആണോ? അങ്ങനെ മെസ്സേജ് വന്നു ജോയിൻ ചെയ്തപ്പോൾ. യെസ്, 5 പാർട്ടിസിപ്പൻറ്റ് മെസ്സേജ് ആണ്, ഫുൾ ആയിട്ടുണ്ട്. ഇപ്പം കുറച്ച് പേര് കുറവുണ്ട്. ബാഡ് വർക്ക് മാൻ ആൾവേസ് ബ്ലെയിം. യെസ്, ശരിയാണ്. മോശം, നേരത്തെ ഞാനൊരു ഇത് വെച്ചിനെ അല്ലേ, നിങ്ങൾ മോശം എന്തെങ്കിലും വർക്കുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ടൂളിനൊന്നും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, നിങ്ങൾ നിങ്ങളെ കുറ്റം പറയും. ഞാൻ ഇമ്പ്രൂവ് ചെയ്യാണ്ട് എന്ന് നിങ്ങൾ സ്ട്രോങ്ലി വിശ്വസിച്ച് തുടങ്ങി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. മീ 120. യെസ്, ആ 120 ഉള്ള ആള് എനിക്ക് അടുത്ത വർഷം അല്ല 2 മന്ത്സ് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹോപ്പ്ഫുള്ളി അടിപൊളിയായിട്ട് വർക്ക് ചെയ്യട്ടെ. സ്ട്രെസ് ആണോ? ഞാൻ മറ്റേ MECയിലൊക്കെ പഠിക്കുന്ന കുറേ നല്ല അടിപൊളി പിള്ളേരെ കണ്ടിരുന്നു. നല്ല മോട്ടിവേറ്റഡ് ആണ്. ഇപ്പം എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. നല്ല സ്ട്രോങ്ലി പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ചായ കുടിക്കാനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ സ്ലോലി ഇങ്ങനെ പോകുന്ന കോൺഫിഡൻസ് കുറവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം പഠിച്ചോ, നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരു ഗ്യാങ് ഓഫ് സ്റ്റുഡൻസിനെ, നല്ല പോസിറ്റിവിറ്റി ഉള്ള ഒരു ഗ്യാങ് ഓഫ് സ്റ്റുഡൻസിനെ കണ്ടിരുന്നു. അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് നല്ല റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നുള്ള. ഇരിക്കാൻ പറ്റുന്നില്ല, സ്ട്രെസ് കൊണ്ട് നടക്കാൻ പഠിക്കുകയാണ്, അത് ബാഡാണോ? എങ്ങനെ പോയി ഒഴിവാക്കുക സ്ട്രെസ്? ഞാൻ പറഞ്ഞില്ലേ, ബാഡ് ഒന്നുമില്ല. മീൻസ് ഞാനടക്കം സ്ട്രെസ്സില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒഴിവാക്കുക സ്ട്രെസ് എന്നുള്ള സാധനം ഒഴിവാക്കുക. നിങ്ങൾ ഡു ഓർ ഡൈ എന്ന സെറ്റ്. നിങ്ങൾക്ക് ഇപ്പോൾ മാർക്ക് കിട്ടാണ്ട് അല്ലെങ്കിൽ നീറ്റ് PG കിട്ടാൻ പോകുമ്പോൾ നിങ്ങൾ എന്തോ ആവാനൊന്നും പോകുന്നില്ല. ആ പേടി അങ്ങ് മാറ്റി വെച്ചിട്ട് എന്താ പറയാ, മരിക്കാൻ വേണ്ടി ഇറങ്ങും. ജസ്റ്റ് ലൈക്ക് ഫെയിൽ ആവാൻ വേണ്ടിയിട്ട് പഠിക്കുക. ഫെയിൽ ആവാൻ വില്ലിങ് ആയിട്ട് രൂപത്തിലേക്ക് തന്നെ പഠിക്കുക. ഫെയിൽ ആയാലൊന്നുമില്ല. പക്ഷെ ഞാൻ ചെയ്യുന്നത് മാക്സിമം ചെയ്യേണ്ടത് മാത്രം ആലോചിക്കുക. കാൽക്കുലേഷൻസ് ഒഴിവാക്കുക. ഞാനിപ്പം ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ആവും, ഇത്ര ചെയ്തിട്ട് അത്രേ ആവുള്ളൂ. ഈ കാൽക്കുലേഷൻ നിങ്ങൾ ഡൗണിലേക്ക് കൊണ്ടുവരും. കാൽക്കുലേഷൻ എന്നുള്ള സാധനം എക്സ്പെക്ടേഷൻസ് അങ്ങനെ മാറ്റി വെച്ചാൽ, കുഞ്ഞുണ്ണി മാഷാണ് പണ്ട് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടാ, ആശയാണ് നിരാശക്ക് കാരണം. ആശ ഒഴിവാക്കിയാൽ നിരാശ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ആശ ഒഴിവാക്കിയിട്ട് നിരാശ ഇല്ലാണ്ട് എങ്ങനെ ആ സാധനം ഒഴിവാക്കിയിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഓവർ എക്സ്പെക്ടേഷൻസ് എന്നുള്ള സാധനമാണ് നമുക്ക് പ്രഷർ തരുന്നത്. ആ എക്സ്പെക്ടേഷൻസ് അങ്ങ് മാറ്റി വെച്ചിട്ട്, കാരണം നമ്മൾ വീട്ടിലൊക്കെ വലിയ മമ്പർ കിട്ടണം, എൻ്റെ സ്പെഷ്യാലിറ്റി പീഡിയാട്രിക്സ് ആണോ, എൻ്റെ സ്പെഷ്യാലിറ്റി RD ആണെന്നൊക്കെ ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അതൊന്നും ബാധ്യത ആവാൻ പോകുന്നില്ല. നിങ്ങൾ പഠിക്കുക. നിങ്ങൾ എഫേർട്ട് ഫുൾ എടുക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക. അപ്പം നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. ലാസ്റ്റ് ഡേയ്സ് PYQൻ്റെ നമ്മൾ പറയും ഗെറ്റിംഗ് ഓൺലി ലെസ്. അതൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഏത് GT സ്കോർ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. ബിറ്റ്വീൻ ഇത്രയാണ് INC. ഞാൻ പറഞ്ഞില്ല INC റാങ്ക് വെച്ച് കമ്പയർ അല്ല. ആക്ച്വലി അങ്ങനെ കമ്പയർ ചെയ്യാൻ ആവശ്യം വരുന്നില്ല. പിന്നെ ഇപ്പോഴും 25 ഡേയ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഫുള്ളി കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാനുള്ള ഒരു കാര്യം ഇവിടെ കിടക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ച് അഗ്രഷൻ കുറവായത് കൊണ്ടാണ് ഇത്ര പോയത്. നിങ്ങൾ അഗ്രസീവായിട്ട് വർക്ക് ചെയ്യും, മുന്നോട്ട് വരും. ഈ പറഞ്ഞിരിക്കുന്ന 3000 to 8000 10,000 ഈ റേഞ്ചിലൊക്കെ നിൽക്കുന്ന ആളുകൾ ഏകദേശം ഞാൻ പഠിക്കുന്നതോ എനിക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതൊക്കെ ഒരേ റേഞ്ചിലാണ് കണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവരൊക്കെ ഒരു ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് ലോട്ട് എടുത്ത മാതിരിയാണ് റാങ്ക് വന്നിരിക്കുന്നത്. ടോപ്പ് 1500 2000 ഉള്ളിൽ വന്ന ആൾക്കാർ ഒരു ഗ്യാങ് ആണ്. ഈ 3000 to 10,000 ഒക്കെ ഒരൊറ്റ ഗ്രൂപ്പാണെന്നാണ് തോന്നുന്നത്. കാരണം ഈ അപ്ഡേറ്റ് അയക്കുന്നതും സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന റാങ്കൊക്കെ ഒരേ മാതിരിയാണ്. എന്നിട്ട് ഈ INCTന്റെ എക്സാം കണ്ടക്ട് ചെയ്ത ടീം, എയിംസിന്റെ ടീം ലോട്ട് എടുത്ത് റാങ്ക് കൊടുത്ത മാതിരിയൊക്കെ എനിക്ക് തോന്നിയിരിക്കുന്നത്. സോ അതിന്റെ റാങ്ക് മാർക്കും വെച്ച് ഇപ്പോഴും കമ്പയർ ചെയ്യല്ലേ. പിന്നെ ഡോണ്ട് ഫീൽ ലൈക്ക് സെൻഡിങ് അപ്ഡേറ്റ്സ് ആഫ്റ്റർ ആസ് മൈ സ്കോർ ഈസ് നിങ്ങൾ അപ്ഡേറ്റ് അയക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പം ഞാൻ കാണാനോ ഇതാക്കാൻ വേണ്ടിയിട്ടില്ല, അതിങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ. നിങ്ങൾ അപ്ഡേറ്റ് അല്ലെങ്കിൽ നിങ്ങൾ കിട്ടിയ മാർക്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഇൻഫ്ലേറ്റഡ് ആയിട്ട് കാണരുത്. അതായത് ഞാൻ ശരിക്ക് വലിയ ആളാണ്, മറ്റേ സലീം കുമാർ ഒരു സിനിമയിൽ പറഞ്ഞാൽ ഈ ഞാനൊന്നല്ല ശരിക്കുള്ള ഞാൻ വേറെ എവിടെയോ ആണ്, അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട്. അതേമാതിരി നിങ്ങൾ കാണുകയാണ് ശരിക്കുള്ള ഞാൻ 150 ഒക്കെ കിട്ടേണ്ടതാണ്, പക്ഷെ എക്സാം എഴുതിയിട്ട് എന്തോ കാരണം കൊണ്ട് 120 കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണം ഞാൻ ഭയങ്കര ഡെസ്പാണ്. ഇങ്ങനെ മാജിക്കൽ തിങ്കിങ് ഒന്ന് കൊണ്ടുപോകല്ലേ. നിങ്ങൾ ഈ 120 110 വാങ്ങിക്കുന്നത് നിങ്ങൾ തന്നെയാണ് യഥാർത്ഥ നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യേ. അല്ലാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ മാജിക്കലി യെസ് ഞാൻ വേറെ എവിടെയോ എത്തി നിൽക്കുന്ന ആളാണ്, എക്സാം കാരണം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കാരണം കുറച്ച് താഴേക്ക് വന്നതാണ്, കുറെ സില്ലി മിസ്റ്റേക്സ്, അത് മിസ്റ്റേക്കാണ് സില്ലി മിസ്റ്റേക്ക്. ഈ സില്ലി മിസ്റ്റേക്ക് ഒക്കെ കഴിഞ്ഞിട്ടുള്ള മാർക്കേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പ് റാങ്ക് വാങ്ങിക്കുന്ന ആളുകളും അതിൽ സില്ലി മിസ്റ്റേക്സ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. ആ സില്ലി മിസ്റ്റേക്സ്
കഴിഞ്ഞിട്ട് അവിടെ എത്തുള്ളൂ എന്നുള്ളതാണ്. തൃശ്ശൂരിലുണ്ട് GCLT, അവിടുത്തെ സെൻറ്റർ ഒന്ന് ബുക്ക് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് ചെയ്യുക കേട്ടോ. ലാസ്റ്റ് ഡേയ്സ് ഓഫ് എക്സാം GT ചെയ്താൽ കോൺഫിഡൻസ് ലാസ്റ്റ് ഡേയ്സിൽ വേണ്ട, അതൊക്കെ നമ്മൾ കഴിഞ്ഞു തോന്നുന്നത്. എങ്ങനെയാണ് ലാസ്റ്റ് ഡേയ്സ് റിവിഷൻ ചെയ്യേണ്ടത്? ലാസ്റ്റ് ഡേയ്സ് ഇപ്പം ചെയ്യുന്നതിന് റിവിഷനെ കുറിച്ചോ പഠിക്കുന്ന ടൂളിനെ കുറിച്ചോ ഒരുപാട് ചെയ്യുന്നില്ല. ഇപ്പം ഓൾമോസ്റ്റ് നല്ല റിവിഷൻ എത്തിയാൽ ഒരു 3 റിവിഷൻസിന് എങ്ങനെയായാലും പ്ലാൻ ചെയ്തേക്കാം. ഇത്രയേ ഉള്ളൂ. ലാസ്റ്റത്തെ 5 ഡേയ്സ്, 2 ഡേയ്സ് ബിഫോർ എക്സാമിൻ്റെ മുന്നുള്ള 5 ഡേയ്സ്, അതായത് ലാസ്റ്റ് 7th ഡേ, അതായത് കൗണ്ട് ഡൗൺ വരുമ്പോൾ 7 to ലാസ്റ്റ് 2 വരെയുള്ള സമയത്ത്, അതായത് എങ്ങനെയപ്പോൾ പറയാം, നീറ്റ് ജൂൺ 23rd ഉള്ളത്. 20 വരെ, അതായത് 15 മുതൽ അപ്രോക്സിമേറ്റ് ആണ് പറയുന്നത്, ജൂൺ 15 മുതൽ 20 വരെ ഒരു റിവിഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് നിങ്ങൾ ചെയ്യുക. ആ ലാസ്റ്റ് റിവിഷൻ റീഡിങ്, ആ റീഡിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വേണമെങ്കിൽ 90% ഓഫ് യുവർ ടൈമും റീഡിങ്ങിന് എടുക്കാം. അപ്പോൾ എൻ്റെ മെസ്സേജ് വളരെ ക്ലിയർ ആണ്. നിങ്ങൾ ലാസ്റ്റ് റിവിഷൻ ചെയ്യേണ്ടത് ജൂൺ 15 മുതൽ ജൂൺ 20 വരെയാണ് ലാസ്റ്റ് റിവിഷൻ ചെയ്യേണ്ടത്. ആ റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തന്നെ എഴുതി വെച്ചോ, ആ റിവിഷൻ ചെയ്യുന്ന സമയത്ത് 90% ഓഫ് യുവർ ടൈം റീഡിങ്ങിന് ഉപയോഗിക്കാം. 10% ഓഫ് യുവർ ടൈം മാത്രമേ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഉപയോഗിച്ചാൽ മതി എന്നുള്ളതാണ്. പിന്നെ വരുന്ന 2-3 ദിവസമുണ്ട്. ആ 2 ദിവസത്തിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഒന്ന് ക്വിക്കായിട്ട് നോക്കുക. സമയം എടുത്ത് നോക്കുക എന്നല്ല, ഫാർമക്കോളജി ഉണ്ടാവും, മറിച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ് നോക്കുക. പിന്നെ ഒരു ദിവസം ബാക്കി ഉണ്ടാവും. ആ ഒരു ദിവസത്തിൽ റാൻഡമായിട്ട് റാപ്പിഡ് ഫയർ എല്ലാ ഏരിയയൊന്നും അറിയുന്ന ക്വസ്റ്റ്യൻ ചെയ്യാം. അറിയാണ്ട് തെറ്റിച്ച് മാറ്റിയേറ്റ ക്വസ്റ്റ്യൻ അല്ലാതെ അങ്ങനെ പോകരുത്. വളരെ ക്ലിയർ ആണ്. ഞാൻ 3 കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഈ 3 കാര്യം സ്പെസിഫിക്കലി നോട്ട് ചെയ്യണം. കുറേ പേര് മിസ്റ്റേക്ക് വരുത്തുന്ന കാര്യമാണ്. നല്ല റാങ്ക് കിട്ടിയ ആളുകൾ ഇത് തന്നെ യൂസ്ഫുൾ ആയി പറയാറുണ്ട്. ജൂൺ 15 മുതൽ 20 വരെ 19 സബ്ജക്റ്റ് റിവൈസ് ചെയ്യാം. 21, 22 അയ്യോ ഒരു ഡേയ്സ് കൂടെ 20-21 നിങ്ങൾ എന്ത് ചെയ്യുക, ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ 21ൻ്റെ ഹാഫും 22 ഡേയ്സ് 20ൻ്റെ ഹാഫും 21 കൂടെ എടുത്തിട്ട് നിങ്ങൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, ഞാനാണെങ്കിൽ ബയോകെമ്മും ഫാർമയും അനസ്തേഷ്യ ഒന്ന് മറിച്ച് നോക്കുന്നതാണ്, അത് ചെയ്യുക. ഇനി 22 എന്നുള്ള ആ ഡേറ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത്, 22 എന്നുള്ള ഡേറ്റിൽ ചെയ്യുന്നത് റാപ്പിഡ് ഫയർ ആയിട്ട് ഒരു 500 to 800 ക്വസ്റ്റ്യൻസ് അറിയുന്ന മേഖലയിൽ നിന്ന് ചെയ്യാം. കുറേ അറിയാത്ത ക്വസ്റ്റ്യൻസ് അന്നെടുത്ത് ചെയ്യരുത്. അറിയുന്ന മേഖലയിൽ നിന്ന് ആ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ തന്നെ എഴുതി വെച്ചേക്കാം. അതിൽ ഒരു കൺഫ്യൂഷൻസ് വേണ്ട. അതിൽ വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടോ ഒന്നുമില്ല. എല്ലാവർക്കും കോമൺ ആണ്. ലാസ്റ്റ് ഡേയ്സ് ഓഫ് എക്സാം പറഞ്ഞു ഉള്ളവർക്ക് ഈ സെയിം ആളുകൾ തന്നെ എന്ത് റേഞ്ചുള്ള മാർക്കിലുള്ള അതിൻ്റെ ലാസ്റ്റ് സ്ട്രാറ്റജി ഇങ്ങനെയാണ്. ആ 15ൻ്റെ മുന്നേ നിങ്ങൾക്ക് 2 റിവിഷൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഓക്കെ. ഇനി റീസെൻ്റ്ലി പഠിച്ചിറങ്ങിയ ആളുകൾക്ക് മാത്രം ചിലപ്പോൾ ഒരു റിവിഷനൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇനി 2 റിവിഷൻ അറ്റ്ലീസ്റ്റ്, ചില ഭയങ്കര പീക്കിലെത്തിയ ആളുകൾക്ക് ചിലപ്പോൾ 15ൻ്റെ മുന്നേ 3 ഞാൻ പറയുന്നില്ല, പക്ഷേ സ്റ്റിൽ 2 റിവിഷൻസ് ഒക്കെ ചെയ്ത് 2-3 റിവിഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. വെൻ വിൽ ഗെറ്റ് റിവിഷൻ നോട്ട്സ് ഓഫീസിലൊന്നും ചോദിക്കുക. എനിക്ക് റീസെൻ്റ് ആയിട്ട് ജോയിൻ ചെയ്ത ആളുകളാവുമെന്ന് വിചാരിക്കുന്നു. മീൻസ് ഈ ലാസ്റ്റ് ടൈമിലേക്ക് പ്ലാൻ ഒരു 10 ഡേയ്സ് എക്സ്റ്റെൻഡ് ആക്കാൻ എന്തെങ്കിലും ഈ പ്ലാൻ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള വഴികൾ ഒന്ന് ഓഫീസിൽ ചോദിച്ചേക്കുക. പിന്നെ പ്ലാനൊക്കെ ഫ്രീ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓഫറൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഇട്ടിരുന്നു, ഒരു പബ്ലിസിറ്റി ബേസ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ നമ്മൾ കൺട്രോൾ വരുന്ന കാര്യങ്ങളല്ല. ഞാനത് ഫ്രീ ആക്കാൻ വേണ്ടി കുറേ പിന്നാലെ നടന്നു. അപ്പോൾ ഫ്രീ അല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കുറേ ദിവസം കുറേ പേർക്ക് ഫ്രീ ആക്കി കൊടുത്തു. അതിന്റെ പിന്നാലെ ഒന്ന് കൂടുതലൊക്കെ ചെറിയ എമൗണ്ട് നിങ്ങൾ എടുക്കാൻ പോകുന്ന PG എന്നൊക്കെ പറഞ്ഞാൽ 2-3 crore വാല്യൂ ഉള്ള PG ആണ്. അതിനിടയിൽ 500 or 1000 or 2000 എനിക്കറിയാം വാല്യൂ. ഈ സമയത്ത് മടിയുടെ വാല്യൂ എനിക്കറിയാം. ഞാനൊക്കെ അതിലൂടെ പോയതാണ്. 5 പൈസ കയ്യിലില്ലാത്ത സമയം ഉണ്ടായിരുന്നു. 5 പൈസ ലിറ്ററലി അങ്ങനെ തന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നൊക്കെ വാല്യൂ ഉണ്ട്. പക്ഷേ എങ്ങനെയെങ്കിലും സംഭവം അറേഞ്ച് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് നിങ്ങൾ റിയലി വാല്യൂഡ് ആയിട്ടുള്ള കാര്യത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ലാസ്റ്റ് ഡേയ്സ് ഓഫ് എക്സാമിൽ GT ചെയ്താൽ പ്രൊപ്പോർഷൻ 50 ആക്കിയാൽ കുഴപ്പമുണ്ട്. പ്രൊപ്പോർഷൻ 50-50 ഒരിക്കലും ആക്കരുത്. നെഗറ്റീവ് സില്ലി മിസ്റ്റേക്സ് കുറക്കണം. നെഗറ്റീവ് സില്ലി മിസ്റ്റേക്സ് കുറയ്ക്കണം എന്ന് കാണില്ല. നിങ്ങൾ പഠനം ഉഷാറായി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി കുറയും. ഇതെന്തോ സാധനമാണ് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് സില്ലി മിസ്റ്റേക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ പ്രശ്നമാണ് ഈ സില്ലി മിസ്റ്റേക്ക്. അത് ആ മിസ്റ്റേക്കിൻ്റെ എന്തോ പ്രശ്നമുള്ളത് പോലെ സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നമാണ്. നിങ്ങൾ പഠനം ഇമ്പ്രൂവ് ചെയ്യും, അപ്പോൾ സില്ലി മിസ്റ്റേക്സ് അങ്ങ് കുറയും. പ്രൊപ്പോർഷൻ ഒരിക്കലും 50-50 ആക്കരുത്. 70-30. ലാസ്റ്റത്തെ 5 ഡേയ്സിൽ എത്ര ആക്കണം? 90% നിങ്ങൾ റീഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. സർട്ടൻ സബ്ജക്ട്സ് ആർ സ്റ്റിൽ ഫീലിംഗ് വീക്ക് ആൻഡ് ഷുഡ് ഹാവ് എക്സ്ട്രാ. നോ, വീക്കുള്ള സബ്ജക്റ്റിൽ എക്സ്ട്രാ എഫേർട്ട് ഇപ്പോൾ ഇടരുത്. വീക്കുള്ള സബ്ജക്റ്റ് കുറച്ച് ഫ്രീക്വൻ്റ് ആയിട്ട് എക്സ്പോസ് ചെയ്യും. നല്ല ആക്റ്റീവ് ആയിക്കണ ചില സമയത്തേക്കൊക്കെ മോർണിംഗ് ഒരു അരമണിക്കൂർ നോക്കുക. നല്ല എനർജി നിൽക്കുന്ന സമയത്ത് അതൊന്ന് മറിച്ച് നോക്കുക. കണ്ട് ഡെസ്പ് ആവരുത്. 1 മണിക്കൂറിൽ കൂടുതൽ പോയാൽ ഡെസ്പ് ആവും. വീക്ക് ആയിട്ടുള്ള സബ്ജക്റ്റ് വളരെ കുറച്ച് സമയം മാത്രം എക്സ്പോസ് ചെയ്യുക. വീക്ക് ആയിട്ടുള്ള സബ്ജക്റ്റ് കൂടരുത്. ടോപ്പ് റാങ്ക് 3 ഡിജിറ്റ് റാങ്ക് 2 എന്ന് പറയില്ല, 3 ഡിജിറ്റ് ഒക്കെ റാങ്ക് വാങ്ങിക്കിരിക്കുന്ന ആളുകൾ ഒരു സബ്ജക്റ്റോ 2 സബ്ജക്റ്റോ സ്കിപ്പ് ചെയ്ത മീൻസ് അനുഭവം എനിക്കുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. അതുകൊണ്ട് അതിന് കൂടണ്ട. ഇനി ടിപ്സ് ടു ഇംപ്രൂവ് കോൺസെൻട്രേഷൻ ഡ്യൂറിങ് എക്സാം.
ഒരു എക്സാമിന് കോൺസെൻട്രേഷൻ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു കാര്യമായിട്ട് ആലോചിക്കണം. നിങ്ങൾ റീസണിൽ നന്നായിട്ട് വേണം നിങ്ങൾ ഉണ്ടാവണ്ടേ, അല്ലെങ്കിൽ നീറ്റ് കിട്ടേണ്ട നിങ്ങൾ ആ റീസൺ ഇല്ലേ, ആ റീസണിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. അപ്പോൾ നിങ്ങളെ കോൺസെൻട്രേഷൻ ബാക്കി കാര്യങ്ങളൊക്കെ കൂടും. ചിലപ്പോൾ നിങ്ങൾ ആരെ പുച്ഛിച്ചായിരിക്കാം, ചില എക്സാം കഴിഞ്ഞ് ഉടനെ ഒരു കല്യാണം നടത്താതിരിക്കാം, ചിലപ്പോൾ മെഡിസിൻ PG കിട്ടിയിട്ടാണ് അവളെ പ്രപ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചതായിരിക്കാം. ഏതാണോ നിങ്ങളെ സ്ട്രോങ് ആയിട്ടുള്ള റീസൺ നോക്കുക, അതിനനുസരിച്ച് കൊണ്ടുപോകുക. സില്ലി മിസ്റ്റേക്സ് സില്ലിയായി കാണല്ലേ, മിസ്റ്റേക്സ് ആ മിസ്റ്റേക്സ് സീരിയസ് ആയിട്ട് നിങ്ങൾ എന്നാ എടുക്കാൻ പോകുന്നു, അപ്പോൾ സില്ലി മിസ്റ്റേക്സ് കുറയും. സബ്ജക്ട് ടു റീഡ് ഇൻ എ ഡേ 2 to 3 സബ്ജക്ട്സ്. സില്ലി ഇംഗ്ലീഷ് നൗ എ ഡേയ്സ് ദാൻ ബിഫോർ പറഞ്ഞില്ല, ടെൻഷൻ കാരണമൊക്കെ ആവാം. ജാനുവരി ബാച്ച് ക്ലാസ് ജൂൺ 8 തീരുള്ളൂ. റിവിഷൻ നിങ്ങൾ ജാനുവരിയിൽ തുടങ്ങിയതാണ്, നിങ്ങൾക്ക് ലിമിറ്റഡ് റിസോഴ്സ് ആണ്. എല്ലാവരും പോലെ നോക്കാൻ നിൽക്കരുത്. ജാനുവരി അല്ലേ, ഫെബ്രുവരിയിൽ തുടങ്ങിയതാണെന്ന് തോന്നുന്നു. യെസ്, ആ റിവിഷൻ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ 4th റാങ്ക് വാങ്ങിച്ച പേഴ്സൺ പറഞ്ഞാൽ അവരെ ഏറ്റവും കൂടുതൽ GT പീക്ക് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഫേസ് ക്ലാസ് കഴിഞ്ഞ ഉടനെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള 3 മാസം കഴിഞ്ഞ് ഡിപ്പിലേക്കാണ് പോയത്. പിന്നെ രണ്ടാമത് തിരിച്ചു കയറി വന്നതാണ്. ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നിങ്ങളെ മാക്സിമം ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുക. ഞാൻ പണ്ട് മുതലേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അനുഭവിച്ചൊരു ഇതിലുണ്ടായിരിക്കും, അവർ പറയുന്നുണ്ടാവും. ഈ സമയമാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ എനർജി ഉണ്ടായിരിക്കുക. ആ എനർജിയിൽ മാക്സിമം തീർക്കുക. അല്ലാണ്ട് സബ്ജക്റ്റ് എല്ലാം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും അഗ്രി ചെയ്യുന്നുണ്ടോ? സബ്ജക്റ്റ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വിവരം അങ്ങനെ ഓടിക്കൂടും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ? ഇല്ല, നിങ്ങൾ ആരും അങ്ങനെ സംഭവിക്കൂല. അപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാക്സിമം പുഷ് ചെയ്യും. നിങ്ങളുടെ ടൈം അങ്ങനെയാണ് ലിമിറ്റഡ് ആയി കിട്ടിയത്, അതിന് വെച്ചിട്ട് അത് പോസിറ്റീവായിട്ട് എടുത്തിട്ട് മുന്നോട്ട് പുഷ് ചെയ്യും. ഈ ഒരു ലാപ്പ് 10 days എക്സ്റ്റെൻഡ് ആക്കാൻ DNA അപ്ഡേറ്റ് അതൊക്കെ ഓഫീസിൽ ചോദിക്കും. അതിനെ ക്വാളിഫൈഡ് ഒരു പറ്റി കയറാം. ചാൻസസ് നോക്കുന്നത് നിങ്ങളാണ്. ഈ ചാൻസ് ഉണ്ടാക്കിയിട്ട് അടുത്ത വർഷം ഇന്റർവ്യൂവിൽ ഇത് പറയേണ്ടത് എൻ്റെ ഈ റാങ്കിൽ നിന്ന് ഞാൻ ഈ റാങ്കിലേക്ക് എത്തിയെന്ന്. അത് നിങ്ങൾ വേണം ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാൻ. ഷുഡ് വി അറ്റംപ്റ്റ് അഗ്രസീവ്ലി ഇഫ് യു ആർ എയിമിങ് വെരി അഗ്രസീവ് അറ്റൻഡ് ചെയ്യാൻ. നിങ്ങൾ ചിലപ്പോഴും ചില ആളുകൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ലേ? സ്കിപ്പ് ചെയ്യരുത്. കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് കാര്യങ്ങളും നിങ്ങൾ എഴുതണം. എസ്പെഷ്യലി നീറ്റിന്. YNCTക്ക് മാത്രമേ കുറച്ച് സ്കിപ്പിംഗ് ഓപ്ഷൻസ് ഉള്ളൂ. ഇവിടെ ഒരു സ്കിപ്പിംഗ് ഓപ്ഷൻസും ഇല്ല. നിങ്ങൾ ഏത് റാങ്ക് നിൽക്കുന്ന ആളുകളും എല്ലാ ക്വസ്റ്റ്യൻസും ആൾവേസ് അറ്റൻഡ് ചെയ്യുക. ഇനി നീറ്റിന് അന്ന് വേണമെങ്കിൽ 1-2 നല്ല മാർക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തോ. സ്കിപ്പ് ചെയ്തത് കാരണം നിങ്ങൾക്ക് ഒരു ട്രെയിനിങ്ങും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങൾ മോക്ക് എക്സാമിൽ ഒരു നെഗറ്റീവിന് 2 മാർക്ക് ഏറെ കിട്ടിയെന്ന് വെച്ചാൽ 1-2 മാർക്ക് ഏറെ കിട്ടിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താവാൻ പോകുന്നത്? നിങ്ങൾ അത് അറ്റൻഡ് ചെയ്ത് മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്ത് അത് എന്താണെന്ന് തിരുത്താൻ നോക്കുക. ജൂൺ 13 പ്ലാൻ എക്സ്പയർ ആവുന്ന ബാച്ച് ഒരു 10 days അത് ഓഫീസിലും ചോദിക്കാൻ പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? പ്ലാൻ്റത് എൻ്റെ കൺട്രോളിലല്ല, എസ്പെഷ്യലി ഈ ഗുരുവിലുണ്ട്. ഇപ്പോൾ ഈ ഗുരുവിലെ CEO ഒക്കെ ഉണ്ട്, പുതിയതായിട്ട് വന്ന ആളാണ്. അവരോട് ഞാൻ പറയാം, സാറേ എൻ്റെ സിറ്റ് റാങ്ക് അറ്റൻഡഡ് ഓർ ലെഫ്റ്റ് റാങ്ക് ആണ്, അത് സീരിയസ്ലി കൺസിഡർ ചെയ്യേണ്ടതാണ്. കാരണം നിങ്ങൾ സ്പീഡ് ഭയങ്കര കുറവ്, അൺഅറ്റൻഡഡ് ആയിട്ട് വെക്കരുത്. ഇപ്പം തന്നെ എല്ലാം അറ്റൻഡ് ചെയ്ത് ശീലിക്കുക. മാക്സിമം അറ്റാക്കിംഗ് രൂപത്തിൽ പോകും. നല്ല സ്കോറാണുള്ള എല്ലാവർക്കും അറ്റാക്കിംഗ് രൂപത്തിലേക്ക് പോകും. അവിടെയും ഇവിടെയും ഉള്ള പെൻഡിങ് പഠിക്കുന്നത് ബാഡ്. അവിടെയും ഇവിടെയുള്ള പെൻഡിങ് ആയിട്ട് പഠിക്കേണ്ട, സീക്വൻഷ്യലി തന്നെ പഠിക്കുക. നീറ്റിന് അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഈ സീക്വൻഷ്യലി പഠിക്കുന്ന സമയത്ത് ആ പെൻഡിങ് വരുമ്പോൾ അവിടെ ഒന്ന് സ്ട്രെസ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള. ലാസ്റ്റ് റിവിഷൻ ഫുൾ നോട്ട് വായിക്കണം. ലാസ്റ്റ് റിവിഷൻ ഫുൾ നോട്ട് വായിക്കണം. വായിക്കുമ്പോൾ തന്നെ ചില നോട്ടൊക്കെ ഇങ്ങനെ മറച്ചാൽ മതി, അപ്പം തന്നെ ഇങ്ങനെ ഡൗൺലോഡായി റാമിലേക്ക് അങ്ങനെ വരും. ചില ക്വസ്റ്റ്യൻസ് ചില പേജ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ പേജിൽ ഇത്രകാലം വരച്ചു വെച്ചിരിക്കുന്ന ആ പേജ് ഉണ്ടല്ലോ, അത് നിങ്ങളുടെ കയ്യിലേക്ക് മൈൻഡിലേക്ക് ലോഡ് വരും. ലോഡ് ഇത് വന്നാൽ മതി, ആ ഓർമ്മ നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവും. ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് എന്ന് കണ്ടാൽ മതി. ഞാൻ ഇപ്പോഴത്തെ ജൂൺ തീരുന്ന ബാച്ചാണ്. ഇപ്പോൾ വായിച്ച് നോട്ട് തന്നെ ആദ്യം വായിക്കും വേണ്ടത്. ബിക്കോസ് കുറേ പേർ അഡ്വൈസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ടോപ്പിക്സ് മാത്രം അങ്ങനെയില്ല. അത് തെറ്റായിട്ടുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾ നോട്ട് വായിച്ചിട്ട് മുന്നോട്ട് പോകും. കുറേ അധികം റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ സറൗണ്ടിങ് ആയിട്ടുണ്ടാവും. ഒന്നും എടുക്കല്ലേ, മീറ്റിങ്ങിലുള്ള ആരും സീരിയസ്ലി എടുക്കുക. നോട്ട് തന്നെ പ്രോപ്പർലി റിവൈസ് ചെയ്തു പോകും. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞത് വെരി ഓൾഡ് മെത്തേഡാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളായി. ഹൈ സ്കോറിംഗ് എക്സാം ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം ഡിപ്പെൻഡ്, എല്ലാ ക്വസ്റ്റ്യനും പ്രീവിയസ് ഇയർ ആകും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെന്ത് പ്രീവിയസ് ഇയർ? അത് മാത്രം ചെയ്തിട്ട് നമ്മളെ വർക്ക് ലെസ് ചെയ്ത് നമ്മൾ സാറ്റിസ്ഫൈ ആയി നിൽക്കുന്ന പോലെയാണ്. ഞാൻ പറഞ്ഞിരിക്കുന്ന പ്രീവിയസ് ഇയർ ഒക്കെ ചെയ്തല്ലോ, ഇപ്പൊ എനിക്ക് കിട്ടണ്ട. ഈ പ്രീവിയസ് ഇയർ ചെയ്യുന്ന ആൾ കിട്ടിയെന്ന് പറയുന്ന ആളെങ്ങനെ അറിയോ? ഈ നോട്ട്സ് ഒക്കെ വായിച്ച് എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത് കഴിഞ്ഞ് അതിന്റെ മേലെ പ്രീവിയസ് ഇയർ ചെറിയ ഓൺ ദ ടോപ്പ് എന്നുള്ള രൂപത്തിൽ പ്രീവിയസ് ഇയർ കൂടി ചെയ്ത ആളുകളാണ് ഈ പ്രീവിയസ് ഇയർ കൊണ്ട് ഗുണം കിട്ടിയെന്ന് പറയുന്നത്. അവരെ പ്രീവിയസ് ഇയർ ചെറിയ ഓൺ ദ ടോപ്പാണ്. നിങ്ങൾക്ക് ആകെ ചെറിയ മാത്രമേ ഉള്ളൂ. ഈ ചെറിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് കിട്ടൂല. ഇപ്പോൾ പാട്ട് യൂട്യൂബ് നടക്കുന്ന പ്രീവൈക്യു സീരീസ് കാണുന്നത് യൂസ്ഫുൾ ആണോ? ഞാൻ ഇല്ലാന്നേ പറയുള്ളൂ. പുതിയ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ. അതൊക്കെ അവറേജ് മാർക്കിൽ നിൽക്കുന്ന ആളുടെ പറ്റിക്കാൻ വേണ്ടിയിരുന്ന ഓരോ കാര്യങ്ങളാണ്. ഞാനും ചെയ്യാറൊക്കെ ഉണ്ട്.
120 അറ്റ് നെഗറ്റീവ് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ നെഗറ്റീവ് കുറയ്ക്കാനുള്ള പണിയല്ല നോക്കേണ്ടത്, പോസിറ്റീവ് പഠിച്ചിട്ട് അത് ശരിയാക്കാനുള്ള പണികളാണ് നോക്കേണ്ടത്. കുറച്ചിട്ട് മാർക്ക് ആരും ഉണ്ടാക്കണ്ട, അറ്റംപ്റ്റ് കുറച്ചിട്ട് മാർക്ക് ആരും ഉണ്ടാക്കണ്ട. എന്നിട്ട് ലാസ്റ്റ് മാർച്ച് സ്റ്റിൽ റിസീവ്ഡ് നോ ബുക്ക് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ഓഫീസിൽ മാർച്ച് ഏപ്രിൽ ആളുകൾക്കുള്ള ബുക്ക് പ്രിന്റിങ് തീർന്നതായിരുന്നു, കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. അത് പ്രാക്ടീസ് ചെയ്യാം. ബാക്കി ബുക്കിൽ മാത്രമല്ല ആപ്പിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. സർജറി റിവിഷൻ ചെയ്യുന്ന കുറേ ടൈം എടുക്കുന്നു. യെസ്, എക്സാക്ട്ലി. കുറേ പേർക്ക് ഇഷ്യൂസ് ഉണ്ടാവുന്ന സർജറി ഇങ്ങനെ തന്നെയാണ്. എസ്പെഷ്യലി തൈറോയ്ഡ്, ബ്രസ്റ്റ് ടോപ്പിക് വെച്ചാൽ ഇതന്നെയല്ലേ അവിടെ പറഞ്ഞത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണല്ലോ തൈറോയ്ഡ് പറഞ്ഞത്, പക്ഷേ ഇതിന് ആൻസർ ഇങ്ങനെയാണല്ലോ വന്നത്. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാലൊക്കെ മനസ്സിലാകാൻ പോകുന്നുള്ളൂ എന്നുള്ളതാണ്. സർജറി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർജറി ഇതേമാതിരി ഇൻ്റർമീഡിയറ്റ് റിവിഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ കാണുള്ളൂ. ഇനി വേണമെങ്കിൽ കംപ്ലീറ്റ്ലി നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് കുറച്ച് ഏരിയകൾ മാത്രം പഠിച്ചിട്ടൊക്കെ പോയിക്കോ. ചില ആളുകൾക്കുള്ള ഇൻസ്ട്രക്ഷനാണ് സർജറി, ചില ആളുകൾക്ക് അങ്ങനെ തന്നെയാണ്. ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കാണ്. സിമിലർലി മെഡിസിൻ ഉണ്ടാവാറുണ്ട്. സോ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു. ഞാൻ പറഞ്ഞിരിക്കുന്ന 1 hour കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ലീവ് ചെയ്യാം. 1 hour കൊണ്ട് ഞാൻ പറയേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. തുടക്കം പറഞ്ഞിരിക്കുന്ന പോയിന്റ് നോട്ട് തന്നെ എഴുതി വെച്ചിട്ട് അതേപോലെ നോക്കുക. ഈ പറഞ്ഞിരിക്കുന്ന 5-6 പോയിന്റ്, കുറേ പോയിന്റ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, 4-5 പോയിന്റേ പറഞ്ഞിട്ടുള്ളൂ. ഫൈനൽ ലാപ്പിൽ ചെയ്യണം. നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെ ആയിരിക്കണം, എന്തുകൊണ്ട് നിങ്ങൾ മാർക്ക് കുറഞ്ഞു എന്നുള്ളത് നിങ്ങൾ എങ്ങനെയാണ് കാണേണ്ടത്, ബ്ലൈൻഡേഴ്സ് കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ, എന്താ പറയുക, നിങ്ങൾ മാർക്ക് കുറഞ്ഞിട്ടുള്ള മൈൻഡ് സെറ്റ്, പിന്നെ ലാസ്റ്റിലേക്കുള്ള പഠനം 15 to 20 നിങ്ങൾ പഠിക്കേണ്ട രൂപം, അതിന് മുന്നേ 2 റിവിഷൻസ് കംപ്ലീറ്റ്, ഇത്ര കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. 2 റിവിഷൻ ഇൻ 16 days അത് പോസിബിൾ ആണ്. 2 റിവിഷൻ ഇൻ 16 days പോസിബിൾ ആണ്. വളരെ കുറച്ച് ആളുകൾക്ക്, അതായത് ജൂൺ തീരുന്ന ബാച്ചിനൊക്കെയാണ് ചിലപ്പം ഒരു റിവിഷനൊക്കെ ഈ 15 days കൊണ്ട് പറ്റുക. എന്നിട്ട് എങ്ങനെ ആയാലും ജൂൺ 15 to 20 നിങ്ങൾ ഒരു റിവിഷൻ ആ 5 days അല്ലെങ്കിൽ 6 days, ചിലപ്പോൾ ആണെങ്കിൽ ജൂൺ 14 തുടങ്ങിക്കും, എന്നാലും കുഴപ്പമില്ല. എന്നിട്ട് 20th തീരുന്ന രൂപത്തിലാണ്. സോ ഞാൻ പറയേണ്ട മാക്സിമം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ അടിപൊളിയായിട്ട് എടുക്കുക. ഞാൻ വിത്തിൻ സം ടൈം, മീൻസ് വിത്തിൻ ലിമിറ്റഡ് ടൈം ഞാൻ മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. വേറൊരു ഡിസ്ട്രാക്ഷൻ എടുക്കുക. എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, നേരത്തെ പറഞ്ഞാൽ പോസിറ്റിവിറ്റി കീപ്പ് ചെയ്യാം, മാക്സിമം പോസിറ്റീവ് ചെയ്യുക. ആരൊക്കെ കടന്ന് നെഗറ്റീവ്, ആ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നുള്ള ഉദ്ദേശം ഞാനൊക്കെ ചെയ്തിരിക്കുന്ന കാര്യമാണ്. ഉദ്ദേശം ഇതാണ്, നമുക്ക് എന്തായാലും കിട്ടാൻ പോകുന്നത് അതിനൊരു റീസൺ കണ്ടെത്തുക. അതിപ്പം കുറേ കോമ്പറ്റീഷൻ ഉണ്ട്, എന്താ ഞാൻ പഠിക്കുന്നില്ല, ഞാൻ IPL സ്കോറും ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എന്നിട്ട് എന്താ പറയാൻ പോകുന്നത്, ഇഷ്ടംപോലെ കോമ്പറ്റീഷൻ ഉണ്ടല്ലോ, ഇഷ്ടംപോലെ ആൾക്കാർ പഠിക്കുന്നുണ്ടല്ലോ, ഞാനിപ്പോൾ ഈ നോട്ടൊക്കെ ഒരു തവണ റിവൈസ് ചെയ്ത് എനിക്കിപ്പോൾ ഒന്നും കിട്ടുന്നില്ല, ഞാൻ പഠിച്ചതൊക്കെ മറന്നു പോകുന്നു, ഇങ്ങനെ റീസൺസ് പറയല്ലേ. നിങ്ങൾ മാക്സിമം പോസിറ്റിവിറ്റി കീപ്പ് ചെയ്ത്, പോസിറ്റീവ് വൈബ് അറൗണ്ട് കീപ്പ് ചെയ്ത്, എല്ലാവർക്കും നല്ല ഇൻസ്ട്രക്ഷൻസ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ കൊണ്ടുപോകാം. അപ്പോൾ അടിപൊളിയാക്കാൻ പറ്റും എന്നുള്ള വൈബ് ഇതുവരെ കാണാൻ പറ്റിയില്ല, വേണ്ട. ഇനി ഞാൻ പറഞ്ഞ പുതിയ ഒരു സാധനം ആഡ് ചെയ്യണ്ട, കണ്ട കാര്യങ്ങൾ ചെയ്യുക. ഇനി അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് നല്ല ടൈം ഉണ്ട് തോന്നുകയാണെങ്കിൽ വളരെ കുറച്ച് സമയത്ത് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫ്രണ്ടിനോട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, 2-3 മണിക്കൂറൊക്കെ എടുത്ത് ഇത് ഇമ്പോർട്ടൻറ്റ് പിക്ചർ അതൊന്ന് മാർക്ക് ചെയ്യിച്ചിട്ട് അത് മാത്രമൊക്കെ നോക്കുക. നമ്മളൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തോ മിസ്സായി തോന്നാതിരിക്കാൻ വളരെ കുറച്ച് 2-3 hours മാത്രം എടുത്തിട്ട് അവനക്കൊരു റിവിഷൻ അല്ലെങ്കിൽ അവൾക്കൊരു റിവിഷൻ ആവും, നിങ്ങൾക്ക് അത് ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ മാർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാവും എന്നുള്ളതാണ്. ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ബാച്ച് റിവിഷൻ എങ്ങനെ ഫോക്കസ് ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ അനാട്ടമി ഒക്കെ പഠിക്കുമ്പോൾ തന്നെ അതിന് കൂടാൻ തന്നെ അങ്ങ് തീർത്തേക്കാം. ഞാൻ വളരെ ഉറപ്പ് തരാം, ഇപ്പൊ ലാസ്റ്റ് അനാട്ടമി കഴിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് നല്ല റാങ്ക് കിട്ടും. ഞങ്ങൾ സമാധാനിക്കാൻ പറയുന്നൊന്നുമല്ല, നിങ്ങൾ ഹൈ എനർജി പോകുന്നതാണ്. ആ ഹൈ എനർജിയിൽ തന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന റീസെന്റ് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവും. ഈ അനാട്ടമി ഒക്കെ കഴിഞ്ഞ ഡിസംബറിൽ ജനുവരിയിലൊക്കെ അറ്റൻഡ് ചെയ്ത ആളുകൾ അവസ്ഥ ആലോചിച്ച് നോക്ക്, അവരൊക്കെ മറന്നു പോയിട്ടുണ്ട്. അതൊക്കെ റീഫ്രഷ് ചെയ്യാനാണ് അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും എല്ലാവരുടേതായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ജി ടി ചെയ്യാമോ? GT ഇപ്പോൾ രാത്രിയോ രാവിലെ ഒക്കെ ചെയ്യാം. ഇനിയിപ്പം വീക്ക്ലി വൺസ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് അനാട്ടമി പറഞ്ഞു ഡെയിലി എക്സസൈസ് ഇൻ മോർണിംഗ് എനി കമൻസ് വേണമെന്നില്ല. 45 മിനിറ്റ്, ഒരു 5 മിനിറ്റ് ഒക്കെ എടുത്ത് മോർണിംഗ് എക്സസൈസ് ചെയ്യുന്ന ആളുകളാണ്. 45 മിനിറ്റ് എടുത്തിട്ട് ദയവ് ചെയ്ത് ആ ഒരു ടൈപ്പ് ഓഫ് എക്സസൈസോ ആ ടൈപ്പ് ഓഫ് യോഗ ഒന്നും യൂസ്ഫുൾ ആയിരിക്കില്ല. വേണമെങ്കിൽ സമയത്ത് ഉറങ്ങിക്കോ. 45 മിനിറ്റ് ഒന്നും എടുത്ത് എക്സസൈസ് ഒന്നും ചെയ്യേണ്ട. അപ്പോൾ ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി സ്പെഷ്യൽ ആയിട്ടുള്ള കമന്റ്സ് ഉണ്ട്, അതിന് കമന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ വരുന്നോ എന്ന് പറഞ്ഞിട്ട് പഠിക്കാനുള്ള ആളുകൾ ലീവ് ചെയ്യുക. നിങ്ങൾക്ക് പറയേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പോയിട്ട് അടിപൊളിയായിട്ട് പഠിക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് അഡ്രസ്സ് ചെയ്യാൻ അവിടെ ഉണ്ടായിരിക്കും. ഐ ഡോണ്ട് ഹാവ് സബ്സ്ക്രിപ്ഷൻസ് ഓൺലി ബീൻ ഡൂയിങ് പ്രീ BG മെലോൺ നഗർത്ത്. ഞാൻ ബെസ്റ്റ് കോമ്പിനേഷൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രീ BG ഈ ഗുരുവിലാണ്. അതിൻ്റെ കോമ്പിനേഷനിൽ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അത് നമുക്കൊരു എനിക്ക് തന്നെ കോൺഫിഡൻസിലൊരു മെത്തേഡാണ്, അതിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഡെയിലി ക്വസ്റ്റ്യൻസ് എത്ര വേണം? ഇപ്പോൾ ഡെയിലി
സ്റ്റാർട്ട് ചെയ്ത ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജൂണിലൊക്കെ അനാട്ടമി എൻ്റെ ചെയ്യുന്ന ബാച്ചിലൊക്കെ 150, 100, 150 ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. എൻ്റെ 150 പോകുന്നുണ്ട്. 200, 300, 350 ഒക്കെ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. നിങ്ങൾ ഡിപ്പെൻഡ് അപ്പോൺ നിങ്ങളെ അഗ്രഷൻ കാണിക്കുന്നതിനനുസരിച്ച് സ്ലോലി ഇൻക്രീസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇന്ന് 200 ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന 30% ഓഫ് ടൈം യൂസ് ചെയ്തിട്ട് 200 ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആളുകളാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. അത് ചെയ്യേണ്ടത് അടുത്ത ദിവസം ആ ഒരു 200, 300 ആക്കാൻ വേണ്ടിയിട്ട് ആ 3 അവർ 4 അവർ ആക്കി മാറ്റാനല്ല. ഈ 3 അവറോ 3.5 അവറോ ഉപയോഗിച്ചിട്ട് ഓരോ ദിവസം 10 വരെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാം. 10 ക്വസ്റ്റ്യൻസ് ക്ലോസ് തരാം. അപ്പൊ 10 ക്വസ്റ്റ്യൻസ് മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ലോലി ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് ആ ലിമിറ്റഡ് ടൈമിൽ തന്നെ അത് 300 ക്വസ്റ്റ്യൻസോ 320 ക്വസ്റ്റ്യൻസോ 330 ക്വസ്റ്റ്യൻസോ അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്. അല്ലാണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. പണ്ട് ആരോ ട്രെയിൻഡ് ആവാൻ വേണ്ടിയിട്ട് നീറ്റ് UG പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അതായത് അവനോട് പറഞ്ഞു കുറേ ക്വസ്റ്റ്യൻ ചെയ്താലാണ് ഉപയോഗം കിട്ടുക. അപ്പൊ പണ്ട് അവന് 20 ക്വസ്റ്റ്യൻസാണ് ചെയ്തിരുന്നത്. അവൻ എന്ത് ചെയ്ത് പിന്നെ അത് 50 ക്വസ്റ്റ്യൻ ആക്കി. അപ്പോഴും ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ 5 മിനിറ്റ് എടുക്കും. ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് എടുക്കുന്ന സമയം 5 മിനിറ്റ് എടുക്കും. അവൻ 50 ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷേ ഈ 50 ക്വസ്റ്റ്യനും 5 മിനിറ്റ് എടുത്താൽ ചെയ്യുന്നത്. എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവോ? ഇല്ല. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റഡ് ടൈമിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻക്രീസ് ചെയ്യാണ് വേണ്ടത്. അല്ലാണ്ട് ക്വസ്റ്റ്യന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ടൈമും ഇൻക്രീസ് ചെയ്യാൻ പാടില്ല. ബിലോ 500K കിട്ടുന്ന ആളുകൾക്ക് ലാസ്റ്റ് GT, അത് ആൾമോസ്റ്റ് ഒരു ജൂൺ 15, 16, 17 ഒക്കെ GT എഴുതുന്ന സമയത്ത് ഐഡിയലി ഒരു 150 അബവ്, 160 അടുത്ത് 150 അബവ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലുള്ള നിങ്ങൾക്ക് GT സ്കോർ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ അത് ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നുമല്ല. ചിലപ്പോൾ ആ സമയത്തേക്ക് മാത്രമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് GT സ്കോർ കുറഞ്ഞു പോയൊക്കെ ചെയ്തേക്കാം. അതൊന്നുമല്ല നമ്മൾ നോക്കേണ്ടത്. ഫിനിഷിംഗ് ലൈൻ അവിടെ ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. റാങ്കും ബാക്കി കാര്യങ്ങളും വെച്ച് പ്രഷറൈസ് ചെയ്യാണ്ട് നിങ്ങൾക്കുള്ള ഒരു ഫിനിഷിംഗ് പോയിന്റ് നിങ്ങൾ കണ്ടു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മീനിങ്. വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ, അതായത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം വർക്കാണ് നിങ്ങൾ ചെയ്യുന്നത് വിചാരിക്കുക. അതിനപ്പുറത്തേക്ക് വേറെ വർക്ക് ചെയ്യാനില്ലെങ്കിൽ, ക്വസ്റ്റ്യൻ ചെയ്യാനോ വായിക്കാനോ വേറെ ഇല്ലെങ്കിൽ, ആകെ 2 വർക്കല്ലേ ഉള്ളൂ. ഒന്നും നോട്ട്സ് വായിക്കുക അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുക. ഇത് നിങ്ങൾക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം നിങ്ങൾ ചെയ്യുന്നുണ്ട് വിചാരിക്കുക. പ്രൊപ്പോർഷന് നിങ്ങൾക്ക് പറഞ്ഞത് 70-30. ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഈ ക്വസ്റ്റ്യൻ്റെ ആവശ്യം എന്താ വരുന്നത്? ഈ ക്വസ്റ്റ്യൻ്റെ അവിടെ ആവശ്യ പ്രസക്തി ഇല്ല. കാരണം എന്താ, ചെയ്യേണ്ട മാക്സിമം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് കൂടുതൽ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അപ്പൊ അത് വെച്ചിട്ട് കിട്ടേണ്ട മാക്സിമം റാങ്ക് നിങ്ങൾക്ക് കിട്ടും. പിന്നെ അത് എത്ര ആവുന്ന ഇപ്പൊ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. 10 ഡേയ്സ് മുന്നൊന്നുമല്ല ലാസ്റ്റ് GT ഒരു 4-5 ഡേയ്സ് മുന്നേ ഒക്കെ കൊടുക്കണം. പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് GT സ്കോർ ഇത്ര എത്തി അതുകൊണ്ട് എനിക്ക് അവിടെ എത്തുക, അതിനൊന്നും വേണ്ടിയിട്ടല്ല. ഇനി നിങ്ങൾ അങ്ങോട്ട് ഒരു 4-5 GTs ഒക്കെ ചെയ്യും. ലാസ്റ്റ് 2-3 ഡേയ്സിനുള്ളിൽ GT ചെയ്ത് ക്ഷീണിക്കണ്ട എന്നുള്ളതാണ് പറയുന്നത്. കാരണം ക്വിക്കായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നത് ഗോഡ് ഡയഗ്നോസ് വിത്ത് ADHD ടുഡേ. അത് നമ്മുടെ ഫാദർ ഫാസിലൊക്കെ ഉള്ളത് വന്നതാണോ? ഉണ്ടാവും. നമ്മൾ പറഞ്ഞില്ലേ ഇൻഡിവിജ്വൽ വേരിയേഷൻസ് കുറേ ഉണ്ട്. ADHD ആളുകളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഷീസോഫ്രീനിയ, ADHD, ഡിപ്രഷൻ, ആങ്സൈറ്റി, OCD, OCPD, പിന്നെന്താ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. ഇതൊക്കെ ഉള്ള ആളുകൾ എല്ലാ റാങ്കും വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാ ടോപ്പ് റാങ്ക് വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാവരും. ഇതൊന്നും ഒരു റീസൺ ഒന്നുമല്ല. അങ്ങനെ റീസൺ വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ റീസൺ വെച്ചിരിക്കുക എന്ന് പറ്റുള്ളൂ. ഇതൊന്നും റീസൺ അല്ല. അഗ്രസീവായി പഠിക്കാൻ നോക്കുമ്പോൾ നെക്സ്റ്റ് ഡേ ഭയങ്കര ടയേർഡാവും. അപ്പോൾ നിങ്ങളെ ബേസ് ലൈൻ സെറ്റ് ചെയ്യുന്ന രൂപത്തിൽ തന്നെ കുറച്ച് മാത്രം പിടിക്കുക. അല്ലാണ്ട് കുറേ അഗ്രഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് കുറേ ചെയ്യുന്ന ആൾ റെസ്റ്റ് ആയിരിക്കും. അങ്ങനെ പോണ്ട. നിങ്ങളിപ്പോൾ ചെയ്യുന്നതിൻ്റെ കുറച്ച് മുകളിലോട്ട് പിടിക്കുക. അപ്പോൾ ആ അഗ്രഷൻ എന്ത് ചെയ്യുക? അഗ്രഷൻ റിയൽ ആയിട്ടുള്ളൊരു അഗ്രഷൻ അല്ല അടുത്ത ദിവസം ടയേർഡായി പോകുന്നത് എന്നുള്ളതാണ്. ഒന്ന് താത്തി പിടിച്ചാൽ മതി. നെക്സ്റ്റ് ഡേയ്സും പ്രൊഡക്റ്റീവ് ആവും. ലാസ്റ്റ് കുറച്ച് ദിവസം ഇടാം. മാക്സിമം പുഷ് ചെയ്യും. നിങ്ങളെ മാക്സിമം പുഷ് ചെയ്യും. 21 ദിവസം കൊണ്ട് സ്ട്രെസ് കൊടുത്തിട്ട് ആർക്കും ഡിപ്രഷനിലേക്കോ ആൻസൈറ്റിയിലേക്കോ ഒന്നും പോകാറില്ല. ഓവർ 1 മന്തിന്റെ കൂടുതൽ കൊടുക്കുമ്പോഴാണ് പോകാറുള്ളത്. അതാണ് 21 ഡേയ്സിന്റെ ഒരു പീക്ക് അവിടെ ഉണ്ട്. കുറച്ച് ദിവസം നിങ്ങൾ ഡിപ്രഷനിലോ അഗ്രഷനിലോ അല്ലെങ്കിൽ പറയാ ആൻസൈറ്റിയിലൊക്കെ ഉണ്ടാകും. അതൊന്നും ക്രോണിക് ആയിട്ട് ബുദ്ധിമുട്ട് വരുമൊന്നുമില്ല. അതുകൊണ്ട് കുറച്ച് ഹാർഡായി പുഷ് ചെയ്യും. ഓക്കെ, ഞാൻ ആൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കുറച്ച് നേരം വാട്സപ്പിൽ ഞാൻ അവൈലബിൾ ആവും. കുറച്ച് നേരം കൂടെ. നന്നായി തലവേദന എടുക്കുന്നുണ്ട്. വെരി ലോങ് ഡേ ആയിരുന്നു. ഇന്നലെ അധികം ഉറങ്ങിയിട്ടില്ല. പാട്ടിയൊക്കെ അല്ലെങ്കിൽ ടൈം ടേബിൾ വെച്ച് പഠിച്ച ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ സൈഡ് ടൈം ടേബിൾ. അതൊന്നല്ല മെയിൻ. അതിൻ്റെ മേലെ നിങ്ങളൊരു ടൈം ടേബിൾ വേണം. അതൊരു സൈഡിലൂടെ മൂവ് ചെയ്യണം. അത് മാത്രം പോരാ, അതും വേണം. റിവിഷൻ ഒരുപാട് ടൈം എടുക്കുന്നു. റിവിഷൻ ഒരുപാട് ടൈം എടുക്കരുത്. നിങ്ങൾ എക്സാം സെൻറ്ററിൽ എക്സാം ഹാളിലേക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് 2 മണിക്ക് കയറാൻ പോകുന്ന ഒരാളാണ്.
2 മണിക്ക് യൂണിവേഴ്സിറ്റി എക്സാം കയറാൻ പോകുന്ന ഒരു എസ് എ നിങ്ങൾ പഠിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ എസ് എ എങ്ങനെ വായിച്ചു നോക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിനോട് പറയാം, എടാ ഞാൻ അങ്ങനെ സമയം എടുക്കുന്നുണ്ട് വായിക്കാൻ, പറയൂ അവിടുന്ന്. ഇല്ലല്ലോ, 10 മിനിറ്റിൽ കയറാനുള്ളൂ. എടാ ഞാൻ വായിക്കുമ്പോൾ ഇങ്ങനെ സമയം എടുക്കുന്നത്, ഈ പറഞ്ഞതിന്റെ ഒരു അർത്ഥം നിങ്ങൾ ആലോചിച്ച് നോക്ക്. 10 മിനിറ്റുള്ള എക്സാമിന് കയറാൻ ഞാൻ ഇതിങ്ങനെ വായിക്കുമ്പോൾ സമയം എടുക്കുന്നുണ്ട്, അതിങ്ങനെ പറയാ. 10 മിനിറ്റ് ഇങ്ങനെ ലിമിറ്റഡ് ആണ്. ഈ സമയത്തോണ്ട് വായിക്കാൻ പറ്റുന്ന സാധനങ്ങൾ വായിച്ചിട്ടാണ് കയറേണ്ടത്. അതിനർത്ഥം നിങ്ങൾ ലിമിറ്റഡ് പോയിന്റ്സ് വെച്ചിട്ടില്ല എന്നാണ്. അപ്പൊ ഇങ്ങനത്തെ പോലത്തെ പായരങ്ങൾ പറയുന്ന ആൾക്കാരൊക്കെ ഞാൻ ഈ സമയത്ത് ചീത്ത വിളിക്കുകയാണ് ചെയ്യാറുള്ളത്. കാരണം അത് നിങ്ങൾ ഇൻഡിപെൻഡന്റ്ലി നന്നാവാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം റീഡിങ് സ്ലോ ആയി പോണ്, റിവിഷൻ ഒരുപാട് ടൈം എടുക്കുന്നത്. ടൈം ഇല്ല. ആ ലിമിറ്റഡ് ആയ ടൈമിൽ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് അത് ചെയ്യലാണ് അവിടെ വേണ്ടത്. പ്രീവിയസ് 4 days അഗ്രസീവായി പഠിച്ചു, ഇൻ ഹാഫ് ഡേ നല്ല റെസിസ്റ്റൻസ് ആയി, ഒന്നും പഠിച്ചില്ല, അത് പ്രശ്നമില്ല. ഇനി ഇല്ല, അത് പ്രശ്നമില്ല. 4 ദിവസം അഗ്രഷനായി പഠിച്ചിട്ട് ഒരു ഹാഫ് ഡേ നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. 4-5 ദിവസം അങ്ങനെ പോകുമ്പോൾ അതേപോലത്തെ ഒരു ഡിപ്പ് വരും, അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അന്ന് ബിരിയാണി കഴിക്കാൻ നിങ്ങൾ തന്നെ മാക്സിമം സെർവ് ചെയ്യാം, അടിപൊളിയായി എന്ന് പറയാം. നിങ്ങൾ തന്നെ ടോപ്പ് ആയിട്ടുണ്ട്, ഉഷാറായി, അടിപൊളിയായിട്ടുണ്ടല്ലോ, നാളെ മുതൽ ഞാൻ വീണ്ടും വർക്ക് ചെയ്യും എന്ന് പറയാം. അങ്ങനത്തെ പോലത്തെ ഡിപ്പ് ഒരു പ്രശ്നമുള്ള കാര്യം. യെസ്, ബിരിയാണിയോ മാഗിയോ നൂഡിൽസോ ഒക്കെ കൊടുത്തോ. മാൽഡീവ്സ് ആർട്ട് കൃഷ്ണനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവാർഡ് തരുന്നു, ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഒരു അവാർഡ് തരാം. വൈബ് ഒന്ന് ഷൂട്ട് ഇനി കാണുന്നത് ഹെൽപ്പ്, അങ്ങനെ പറഞ്ഞില്ലേ, പുതിയതായിട്ടുള്ള സാധനങ്ങളും ആഡ് ചെയ്യണ്ട. ഓക്കെ, അപ്പൊ നമ്മൾ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ്, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്യാം. ബർഗറും കൊടുക്കാം ആൾക്ക്. പീറ്റർ, സ്പൈഡർമാൻ നല്ലൊരു റിസൾട്ടും കൊണ്ട് വരണം, അടിപൊളിയായിട്ടുണ്ട്. യുവർ അഡ്വൈസ് ഓൺ ഹൗ ടു അപ്രോച്ച് ന്യൂ പാറ്റേൺ ജി ടിയിൽ അപ്രോച്ച് ചെയ്യാനൊന്നുമില്ല. പണ്ടത്തേക്കാളും മുറിച്ച് നിങ്ങളെ കയ്യിൽ നിൽക്കാൻ. നിങ്ങൾ പണ്ട് വലിയൊരു പീസ് ഓഫ് ഫുഡ്, എന്താ പറയാ, അല്ലെങ്കിൽ പോട്ടെ, വലിയൊരു പീസ് ഓഫ് സ്റ്റേക്ക് അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിങ്ങനെ മുറിച്ച് കയ്യിലേക്ക് തന്നിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ കഴിക്കലെന്ന് ആരെങ്കിലും ചോദിക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? പണ്ട് എന്താ പറയാ, എങ്ങനെയാ പറയാ, പണ്ട് വലിയൊരു ബർഗർ തിന്ന് അത് നിങ്ങൾ കഴിച്ച് തിന്ന് ശീലിച്ച ആളാണ്. ആ ബർഗർ മുറിച്ച് 5 കഷ്ണാക്കി തന്നിട്ടുണ്ട്. ഇത് സിമ്പിളായി കഴിച്ചൂടെ? ഇനി എന്തിനാ അതിനൊരു സ്ട്രാറ്റജി ഒക്കെ പറയുന്നത്? സ്ലീപ്പ് കുറച്ചിട്ട് മാക്സിമം ടൈം എടുക്കുന്ന കാര്യം, സ്ലീപ്പ് 5 to 6 hours എന്തായാലും വേണം കേട്ടോ. മിനിമം നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് 200. എല്ലാവർക്കും എക്സാം ആണ്. ഒന്ന് ആൾ ദ വെരി ബെസ്റ്റ് ആണ്, പെട്ടെന്ന് എടുത്തരവാ, വേവാ. ആൾ ദ വെരി ബെസ്റ്റ് എല്ലാവർക്കും പറയും എക്സാമിന്. എന്നാ പെട്ടെന്ന് എടുത്തരട്ടെ. അപ്പോ അറിയില്ല എന്നാ പോലെ എന്നാ അങ്ങനെ ആക്കിയാൽ മതി. അപ്പൊ കഷിമ വന്നിട്ടുണ്ട്. കഷിമക്ക് എല്ലാ ആളോടും എക്സാമിന് എന്താ പറയുള്ളത്, അടിപൊളിയാക്കുക എന്നുള്ളത് പറയാനുണ്ട്. കഷിമ വെയിറ്റ് ചെയ്തുകൊണ്ട്, ഇതൊക്കെ വരുന്നുണ്ടല്ലോ ഇതില്. യെസ് നീ ഇങ്ങനെ ആക്കി നോക്കി. യെസ്, ബലൂൺ വരുന്നുണ്ട്. എടാ അടിപൊളിയാണല്ലോ. യെസ്, എല്ലാവർക്കും എക്സാമിന് അടിപൊളി. നീ എന്താ ചെയ്യാ, ഇങ്ങനെ ആക്കി നോക്കി. വേറെ നീ വരുന്നുണ്ടോ? ആ ഇങ്ങോട്ട് നോക്ക്, ഫ്ലൈയിങ് കളേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. യെസ്, എല്ലാവർക്കും എക്സാമിന് അടിപൊളി. കുറെ കൈ വെച്ച് കഴിഞ്ഞാൽ എന്താ, ബലൂൺസ് വന്നു, ഇത് വന്നു, പിന്നെന്താ നമ്മളെ ഇതോടെ. യെസ്, എക്സാം തകർക്കുക, അടിപൊളിയാക്കുക. എല്ലാവർക്കും കശീമന്റെ ഓൾ ദ വെരി ബെസ്റ്റ്. അല്ല കശീമ പറ. ടാബ്, എൻ്റെ മീറ്റിംഗ് നടന്ന ടാബില് എന്ത് കാണാനായിട്ടുണ്ട്? എന്താ കാണാനായത്? ലാസ്റ്റ് എന്താ കണ്ടത്? ഓക്കെ ബായ്. അപ്പൊ ഇന്റർവ്യൂ ടൈമിൽ കാണാം. നെക്സ്റ്റ് ഇയറിലെ ടോപ്പ് ഇന്റർവ്യൂ നമ്മൾ അടുത്ത ഇതിൽ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ്, ഞങ്ങൾ വിചാരിക്കേണ്ട കുറച്ച് ദിവസം കഴിഞ്ഞ് ഡൗൺ ആവും, ഞാൻ വീണ്ടും ഇന്റർവ്യൂ ആയിട്ട് മീറ്റിംഗ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, അതുവരെ ഉഷാറായിട്ട് പഠിക്കുക. ടോപ്പ് മോസ്റ്റ്ലി മാക്സിമം ഏറ്റവും വലിയ അഡ്വൈസ് പഠിക്കുന്നതിനേക്കാൾ പോസിറ്റിവിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ പഠിച്ചിട്ടില്ലെങ്കിലും ഈ 25 ദിവസം പോസിറ്റിവിറ്റി കീപ്പ് ചെയ്താൽ തന്നെ നല്ല ഉഷാറായിട്ട്, നല്ല പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് നല്ലൊരു എനർജി ഉണ്ടാവും, ഉഷാറാക്കാൻ പറ്റും. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ.